അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ജാമിഅൽ ഹിന്ദ് ഇസ്ലാമിയയുടെ ബിരുദ സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ടേബിൾ ടോക്കിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരവും ബൗദ്ധികവുമായ സമുന്നതയ്ക്ക് വേണ്ടിയാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിക്കപ്പെടുകയും അതിൽ നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യം ഒരു മതേതരത്വ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമാണ്. ഏതൊരു മതത്തിൽ വിശ്വസിക്കുവാനും അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുവാനും പ്രബോധനം ചെയ്യുവാനും ഭരണഘടനാപരമായി അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ള സമുദായങ്ങളെയും മതവിഭാഗങ്ങളെയും പരിഗണിക്കുമ്പോൾ താരതമ്യേന മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ്. ഇങ്ങനെയുള്ള ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തിൻ്റെ ബൗദ്ധികവും വിദ്യാഭ്യാസപരവുമായ നിലവാരം മറ്റുള്ള സമുദായങ്ങളെക്കാൾ വളരെ പിന്നിലാണ് എന്ന് ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മുസ്ലിം സമുദായത്തെയും മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെയും സമുന്നതയ്ക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ പദ്ധതികളും പ്രോഗ്രാമുകളും നമ്മുടെ നാടുകളിൽ വിവിധ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിലായി ന്യൂനപക്ഷങ്ങളെ അരുകുവൽക്കരിക്കുന്നതിനു വേണ്ടി പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനു വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വളരെ വ്യവസ്ഥാപിതമായി നടത്തി വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ കോൺവെക്കേഷനും അതിനോടനുബന്ധിച്ചുള്ള സമ്മേളനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു വലിയ ജനവിഭാഗം എന്നുള്ള നിലക്ക് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളും ഇതര ന്യൂനപക്ഷങ്ങളും നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും ഉറക്കെ ചിന്തിക്കുകയും ആ പരിഹാരങ്ങൾ പ്രയോഗവൽക്കരിക്കുകയും ചെയ്യാൻ നമ്മളാണ് ബുദ്ധിപരമായി നേതൃത്വം നൽകുകയും മുന്നിൽ നടക്കുകയും ചെയ്യേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് ഇവിടെ അവസരം ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന ഈ ഒരു ടേബിൾ ടോക്കിൽ വ്യത്യസ്തങ്ങളായ ആളുകൾ ഇതിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജാമിയയുടെ ഡയറക്ടറായ ഫൈസൽ മൗലവിയുണ്ട്. അതേപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുജീബ് ഒട്ടുമ്മലുണ്ട്. ഡോക്ടർ അബ്ദുള്ള ബാസിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സെക്രട്ടറിയായ വി അവാം സുറൂറുണ്ട്. അതേപോലെ വളവന്നൂർ അൻസാർ അറബിക് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ മുഹമ്മദ് റാഫി ചമ്പ്രയുണ്ട്. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ വെല്ലുവിളികളും പരിഹാരങ്ങളും
എന്ന ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊരു വേർതിരിവിൻ്റെ അനിവാര്യതയുണ്ടോ? യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്ന് പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ടോ? അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്കും അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് വല്ല നേട്ടവും ഗുണവുമുണ്ടോ എന്ന ഒരു ഏരിയ അനാവരണം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സെക്രട്ടറി കൂടിയായ അവാം സുറൂറാണ്. അവാം സുറൂറിനെ ചർച്ചയുടെ ആ ഒരു തലത്തിലേക്ക് വെളിച്ചം വീശുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നുള്ള ഒരു പദം അല്ലെങ്കിൽ അങ്ങനെ ഒരു വേർതിരിവ് സമൂഹത്തിൽ ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അതാരാണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നുള്ളതിനെ എങ്ങനെ നിർവചിക്കാം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതിൽ വളരെ പ്രധാനമാണ്. കാരണം അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കൃത്യമായി നിർവചിച്ചാൽ മാത്രമേ അത് ഏതെങ്കിലും രൂപത്തിലൊരു പ്രശ്നമാണോ, ആണെങ്കിൽ അതിനെന്തൊരു പരിഹാരമുണ്ടാക്കുക എന്നുള്ളതെല്ലാം സാധ്യമാകുന്നത് ആദ്യം ഈ ന്യൂനപക്ഷം എന്താണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിലൂടെയാണ്. സത്യത്തിൽ ഈ പദം, ഈ ന്യൂനപക്ഷം എന്നുള്ള പദം നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു വോള്യൂമെട്രിക് ആയിട്ടുള്ള ഒരു അളവിൻ്റെ അടിസ്ഥാനത്തിലുള്ള, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുക. എണ്ണത്തിൽ കുറവുള്ളതെല്ലാം ന്യൂനപക്ഷമാണോ അല്ലെങ്കിൽ എണ്ണമാണോ ഇതിൻ്റെ മാനദണ്ഡം എന്നുള്ള നിലക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളതാണ്. സത്യത്തിൽ എണ്ണം ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പൊതുവെ ന്യൂനപക്ഷം എന്നുള്ള പദത്തെ അല്ലെങ്കിൽ സാമൂഹ്യ രാഷ്ട്രീയ പരിസരത്തെ ഡിഫൈൻ ചെയ്യുമ്പം എണ്ണം മാനദണ്ഡമാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത്, ഒരു ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഏത് രാജ്യം എടുത്താൽ തന്നെയും ആ രാജ്യത്തിൻ്റെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ വളർച്ച, അതിൽ ആ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും കോൺട്രിബ്യൂഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ചേരുമ്പോഴാണ് ആ രാജ്യം വളരുന്നത്. ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗം ആ രീതിയിൽ ഉയരാനോ വളരാനോ കഴിയാതെ വരുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലെ വിവിധങ്ങളായ മതങ്ങളുള്ള, ജാതിയുള്ള, ഭാഷാ വൈവിധ്യങ്ങളുള്ള, വൈവിധ്യങ്ങളാൽ സമ്പൂർണ്ണമായ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുകയും ആ ഓരോ വൈവിധ്യങ്ങളെയും അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെയും ഒരേപോലെ കണക്കാക്കി മുന്നോട്ട് പോവുകയും കഴിഞ്ഞാൽ രാജ്യത്തിന് വളരാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ രീതിയിൽ ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു രാജ്യത്തോ ഒരു സമൂഹത്തിലോ രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന, ഏതെങ്കിലും രീതിയിൽ പ്രത്യേകമായ സപ്പോർട്ടോടുകൂടി മാത്രമേ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അത് വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് ആ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാനായിക്കൊണ്ട് പറ്റും. ഒന്നാമത്തത് നമ്പർ തന്നെയാണ്. സത്യത്തിൽ എണ്ണത്തിലധികം ഉണ്ടായാൽ പോലും ഒരു ജനവിഭാഗം ഒരു പക്ഷേ ന്യൂനപക്ഷമായേക്കാം. എണ്ണത്തിൽ കുറവുള്ളത് തീർച്ചയായും ന്യൂനപക്ഷമാകാം. ഇപ്പോൾ വളരെ അതിൻ്റെ ഒരു താത്വികമായ തലത്തിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, ഇപ്പോൾ നമ്മൾ ലോകത്ത് പലപ്പോഴും പറയുന്നൊരു വിഭാഗമാണ് കറുത്ത വർഗ്ഗക്കാരെന്ന് പറയും. പല രാജ്യങ്ങളിലും കറുത്ത വർഗ്ഗക്കാർ എണ്ണത്തിൽ വളരെ കൂടുതലാണ്, പക്ഷേ അവർ സാമൂഹികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിലേക്ക് വന്നു നോക്കിയാൽ വിവിധ മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ എണ്ണത്തിൽ വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണത്തിന് ഇന്ത്യയിലെ മൊത്തം 140 കോടി പോപ്പുലേഷൻ എടുത്താൽ അതിൽ 4% താഴെ മാത്രമാണ് ബ്രാഹ്മണ വിഭാഗം ഉണ്ടാവുക. പക്ഷേ അവരെ ന്യൂനപക്ഷങ്ങളായിട്ട് ഭരണഘടനയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ഡെഫിനിഷൻ്റെ പരിധിയിൽ നമ്മൾ ബ്രാഹ്മണ വിഭാഗത്തെ ന്യൂനപക്ഷങ്ങളാക്കി കണക്കാക്കുന്നില്ല. അതേസമയം ദളിത് വിഭാഗങ്ങളെടുത്താൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ മഹാഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയൊരു വിഭാഗം വരുന്നത് ദളിത് വിഭാഗങ്ങളാണ്, മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ്, സിഖ് ന്യൂനപക്ഷങ്ങളാണ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളാണ്. പക്ഷേ ഇവരെ ന്യൂനപക്ഷങ്ങളാക്കി കണക്കാക്കുന്നു. അപ്പോൾ എണ്ണം ഇവിടെ പലപ്പോഴും ഒരു മാനദണ്ഡമല്ല. അതേസമയം അധികാര സ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ സാമ്പത്തികമായി കൊണ്ടൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ
ഈ രാജ്യത്തിൻ്റെ ആഖ്യാനങ്ങൾ നിർമ്മിക്കുന്നതിൽ, രാജ്യത്തിൻ്റെ പൊതുശബ്ദങ്ങൾ, പൊതുബോധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇവർക്കുള്ള പങ്ക് എത്രത്തോളം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഒരു തരത്തിൽ നമ്മൾ ന്യൂനപക്ഷത്തെ ഡിഫൈൻ ചെയ്യുന്നത്. മറ്റൊന്ന് അധികാര പങ്കാളിത്തം തന്നെയാണ്. അധികാര പങ്കാളിത്തത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും, ഈ രാജ്യത്തെ ഏതെല്ലാം ജനവിഭാഗങ്ങളുണ്ടോ അവരെല്ലാം അധികാര പങ്കാളിത്തത്തിൻ്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്തിന് യഥാർത്ഥത്തിലുള്ള വളർച്ച കൈവരിക്കാൻ സാധിക്കുക. അപ്പോൾ അത്തരത്തിൽ അധികാര പങ്കാളിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയൊക്കെ നമ്മൾ ന്യൂനപക്ഷങ്ങളായിക്കൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വശമാണ്, ഏതെങ്കിലും രൂപത്തിൽ വ്യതിരിക്തമായ ഐഡൻറ്റിറ്റി ഉള്ള, പ്രത്യേകമായ ക്യാരക്ടറുള്ള ജനവിഭാഗങ്ങളെയൊക്കെ ന്യൂനപക്ഷങ്ങളാക്കി കണക്കാക്കും. അതിൽപ്പെട്ടതാണ് നമുക്കറിയാവുന്നതുപോലെ മതം. ഏതെങ്കിലും പ്രത്യേകമായ മത വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന വിഭാഗങ്ങൾ, അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ കൊണ്ട് നടക്കാനും ആ വിശ്വാസത്തോടൊപ്പം തന്നെ ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകാനുമുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ നന്മക്ക്, പുരോഗതിക്ക് വളരെ അനിവാര്യമാണ്. ഏതെങ്കിലും എത്നിസിറ്റിയിലുള്ള ആളുകൾ, കാസ്റ്റ്, ജാതി, ട്രൈബുകൾ, വർഗ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ഭാഷാപരമായിക്കൊണ്ട് ഇങ്ങനെ ഏതെല്ലാം രൂപത്തിൽ വ്യതിരിക്തമായി നിൽക്കുന്നുണ്ടോ ഈ വിഭാഗങ്ങളെയെല്ലാം ന്യൂനപക്ഷങ്ങളാക്കി കണക്കാക്കും. മറ്റൊരു കാര്യം, ഈ പറയുന്ന വ്യതിരിക്തതകളാൽ അവരേതെങ്കിലും രൂപത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇവരുടെ ഈ പറയുന്ന ഐഡൻറ്റിറ്റി വിവേചനങ്ങൾ നേരിടാനും മാറ്റി നിർത്തപ്പെടലുകൾക്ക് കാരണമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവർ ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സാമൂഹിക സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതപരമായി, ഭാഷാപരമായി, അതുപോലെ തന്നെ ജാതി സംബന്ധമായി ഒക്കെ എണ്ണത്തിൽ കൂടുതലുള്ള വിഭാഗങ്ങൾ പോലും പലപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധികൾ രാഷ്ട്രീയമായി രാജ്യത്ത് ഉണ്ടാകുമ്പോൾ ഉടലെടുക്കുന്ന സമയത്ത് ആദ്യം ആക്രമിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ ഇവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ, അതുപോലെ തന്നെ സാമൂഹ്യമായ ദൗർബല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്കെ ഈ രൂപത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് എണ്ണത്തിലല്ല നമ്മൾ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, മറിച്ച് ഈ രീതിയിൽ സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെ, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ, അധികാര പങ്കാളിത്തത്തിലെ പിന്നോക്കാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാനൊക്കെ പറ്റുക. ഇവിടെയാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു തലം വരുന്നത്. എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രനിർമ്മാണ പ്രക്രിയയിൽ ഇവരുടെ പങ്കാളിത്തത്തെ ഉറപ്പുവരുത്തുന്നിടത്ത് ഭരണഘടന നൽകുന്ന ചില അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന സംരക്ഷണങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ചുള്ള നിയമങ്ങൾ പറയുന്ന ഒരു സംവിധാനം മാത്രമായി കണക്കാക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഭരണഘടന ചരിത്രകാരന്മാർ ഇന്ത്യൻ ഭരണഘടനയെ പലപ്പോഴും പറയുന്നത് അതൊരു സാമൂഹ്യ രേഖയാണെന്നാണ്. ഇന്ത്യൻ ഭരണഘടന കേവലം ഒരു നിയമരേഖയാകുന്നതിൽ നിന്ന് മാറിയിട്ടൊരു സാമൂഹ്യ രേഖയാകുന്നത് ഈ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും അതുപോലെ തന്നെ അവരുടെ സാമൂഹികമായ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻസും നൽകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യയിൽ അയിത്തം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഭരണഘടനയിൽ ചില മേഖലകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അധികാര പങ്കാളിത്തം നൽകാൻ വേണ്ടിക്കൊണ്ട് സംവരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ വിവിധ മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം ഉൾക്കൊള്ളാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് അനുസരിച്ച് ജീവിക്കാനൊക്കെയുള്ള ഭരണഘടനയിലെ 25-26 ആർട്ടിക്കിളുകൾ നൽകുന്നത് അതിനുള്ള സംരക്ഷണമാണ്. അപ്പോൾ ഈ രീതിയിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് എണ്ണം കൊണ്ടല്ല, നമ്മൾ കുറച്ചുകൂടി ഒരു ആറ്റിക്കുറുക്കി പറഞ്ഞാൽ നമ്മുടെ ഭാഷാപരമായി ന്യൂനതയുള്ളത് എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും സാമൂഹ്യപരമായി അല്പം ന്യൂനതകൾ ഉള്ള പക്ഷത്തെ തന്നെയാണ് ന്യൂനപക്ഷമായിക്കൊണ്ട് ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അതേ ന്യൂനതകളെ പരിഹരിക്കുന്ന രാഷ്ട്രീയത്തിനാണ് നമ്മൾ ന്യൂനപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ ദളിത് രാഷ്ട്രീയം എന്നൊക്കെ ഒറ്റ വാക്കിൽ നിർവചിക്കുക എന്ന് പറയാം. സാമൂഹ്യ ശാസ്ത്ര മാനദണ്ഡങ്ങളനുസരിച്ച് നമ്മുടെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിലുള്ള പങ്കാളിത്തത്തിൻ്റെ തോതനുസരിച്ച് എന്താണ് ന്യൂനപക്ഷം എന്നാണ് സുറൂർ വിശദീകരിച്ചത്. ആ ഒരു അളവുകോൽ വെച്ച് പരിശോധിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എന്ന് ഒരു തർക്കവുമില്ലാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും.
അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ന്യൂനപക്ഷമായി എല്ലാ അർത്ഥത്തിലും ഗണിക്കാവുന്ന ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ ഭരണഘടനാനുസൃതമായി പൂർണ്ണമായും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇന്ത്യൻ മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ നേരിടുന്ന രാഷ്ട്രീയപരമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ആ ഒരു ഏരിയയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് മുജീബ് ഒട്ടുമലാണ്. മുജീബിനെ ആ ഒരു ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ അവാം ഷുറൂർ വിശദീകരിച്ച നമ്മുടെ ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് അതിൻ്റെ അവകാശങ്ങൾ കൃത്യമായി നേടിയെടുക്കാനും അവരുടെ മൗലികമായ അവകാശങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള ഭരണഘടന നമുക്ക് അനുശാസിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ള വെല്ലുവിളി എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ ഒരു രാജ്യമാണ്. ഏകദേശം 3000-ഓളം ജാതികളുണ്ടെന്നാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ 25,000-ഓളം ഉപജാതികളുമുണ്ട്. 1600-ൽ പരം ഭാഷകളുണ്ടെന്നാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ജാതികളും ഉപജാതികളും ഭാഷാപരമായ വൈവിധ്യവും മതവുമെല്ലാം അങ്ങനെ വൈവിധ്യങ്ങളിൽ നിൽക്കുന്ന ആ നിലക്കുള്ളൊരു സംസ്കാരം ഊട്ടപ്പെട്ട ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങളാവട്ടെ, ഭാഷാ ന്യൂനപക്ഷങ്ങളാണെങ്കിലും മത ന്യൂനപക്ഷങ്ങളാണെങ്കിലും അതുപോലെ പ്രാദേശികമായി ചില ഇടങ്ങളിലുള്ള ഇപ്പോൾ ആദിവാസികളെ പോലെയുള്ള ആളുകളാണെങ്കിലുമൊക്കെ അവരുടെ ആശയങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ വകവെച്ച് നൽകുന്നുണ്ട്. എന്നാൽ നാം അനുഭവിക്കുന്ന വെല്ലുവിളി ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈവിധ്യങ്ങളെ നിരാകരിക്കുന്ന ഒരു വിഭാഗമാണ്. അഥവാ BJP ഗവൺമെൻറ്റാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദാർശനികമായ പിന്തുണ നൽകുന്നത് RSS ആണ്. RSSൻ്റെ ആദർശം അവരുടെ താത്വിക ആചാര്യന്മാർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതിൽ RSS സ്ഥാപിച്ചിട്ടുള്ള അവരുടെ ഒരു നേതാവാണ് ഡോക്ടർ ബലിറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്നയാൾ. അയാളുടെ പുസ്തകത്തിലും അയാളുടെ പരാമർശങ്ങളിലുമൊക്കെ കാണുന്നത് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാരുടേതാണ്, ജർമ്മനി ജർമ്മൻകാരുടേതും ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതും, എന്നാൽ ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നതാണ് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അവരുടെ താത്വികമായി അവർക്ക് ദാർശനിക അടിത്തറ നൽകിയിട്ടുള്ള മറ്റൊരു നേതാവാണ് BS മുഞ്ചെ എന്ന് പറയും. അയാൾ 1931 ഇറ്റലി സന്ദർശിച്ചത്. ഇറ്റലി കേവലം ഒരു സന്ദർശനമല്ല, മറിച്ച് ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള RSS എന്ന് പറയുന്ന സംഘടനയെ പോലെയുള്ള സംഘത്തെ ആയുധവൽക്കരിക്കാനും അക്രമാസക്തമാക്കാനുമുള്ള ആ ഒരു ചില ഉപാധികൾ എന്തൊക്കെയാണ് എന്ന് ഇറ്റലിയിലുള്ള മുസോളിനിയിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് മുസോളിനി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകമായൊരു സ്കൂൾ തുറന്നിട്ടുണ്ട്, മാത്രമല്ല ഒരു സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഇതേപോലെ ഒരു മിലിറ്ററി സ്വഭാവമാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഈ മൂഞ്ച് പറയുന്നുണ്ട്. പിന്നീട് RSSകാരുടെ ഈ സൈദ്ധാന്തികമായ ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് കാണാൻ പറ്റും. അതായത് ഇറ്റലിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമാധാനപ്രിയരാണ്. അതേ സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ് ഇന്ത്യയിലെ ജനങ്ങളും. ആ ജനങ്ങളെ കുറച്ചുകൂടി അക്രമാസക്തമാക്കാനുള്ള പണിപ്പുരയിലാണ് ഞങ്ങളുള്ളത് എന്ന് അവരുടെ വാദഗതികളിലൂടെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഇവിടെ ജർമ്മനിയിൽ അവിടെയുള്ള ഹിറ്റ്ലറിൻ്റെ ഭരണം നടക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നുകളയുണ്ടായി. ഇത് കണ്ടപ്പോൾ മനമെടുത്തിട്ടുള്ള ഒരു നാസി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് ചോദിച്ചു എന്നാണ്, എന്താണ് ഈ ജൂതന്മാർ മനുഷ്യന്മാരല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞു, ജൂതന്മാർ മനുഷ്യന്മാരല്ല, അവർ പിശാചുക്കളാണ്, അവരെ നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു രംഗമുണ്ട്. എന്തിനാണ് മുസോളിനിയെയും അതേപോലെ തന്നെ ഹിറ്റ്ലറിനെയും ഉദ്ധരിക്കുന്നു എന്ന് ചോദിച്ചാൽ
ഇവരുടെ RSSൻ്റെ സൈദ്ധാന്തികരായ ഗോൾവാൾക്കർ അടക്കമുള്ള ആളുകളുടെ പുസ്തകങ്ങൾ ഇപ്പോൾ പിന്നെ വി ഓർ അവർ നാഷൻ ഡിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ അവർ പിന്തുണ, അതായത് പിന്നെ അവർ നൽകുന്ന, അവർ പ്രഖ്യാപിക്കുന്ന ആദർശത്തിന് പിന്തുണ തേടുന്നത് ഇത്തരം ആളുകളിൽ നിന്നാണ്. അതുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലുള്ള ബഹുസ്വരതയും വൈവിധ്യത്തെയും നിരാകരിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന ആശയം. അതാണ് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വെല്ലുവിളികൾ. കാരണം അവരുടെ വിശദീകരണങ്ങളിൽ കാണാം 3 ശത്രുക്കളാണ് കാര്യമായി അവരുടെ മുന്നിലുള്ളത്. അതിൽ ഒന്നാമത് ശത്രു മുസ്ലിമാണ്, രണ്ടാമത് ശത്രു ആവട്ടെ പിന്നെ കമ്മ്യൂണിസമാണ്, അതേപോലെ മൂന്നാമത് ക്രിസ്ത്യാനികളാണ്. ഈ 3 ശത്രുക്കളെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അവരുടെ ദാർശനികമായിട്ടുള്ള ലക്ഷ്യമാണ്. ആ നിലക്ക് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് മ്യാൻമറിൽ നമ്മൾ കാണുന്നുണ്ട്, റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 20 കോടിയിലധികം മുസ്ലിങ്ങളുണ്ട്. 20 കോടിയോളം വരുന്ന ഈ മുസ്ലിങ്ങളെ ഒറ്റയടിക്ക് ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അപ്രത്യക്ഷമാക്കുക എന്ന ഒരു സിദ്ധാന്തമാണ് അവർ സ്വീകരിച്ചത്. അതിൽ ഭരണരംഗത്ത്, നേരത്തെ അവാം സൂചിപ്പിച്ചതുപോലെ ഭരണരംഗത്ത്, അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, എല്ലാ രംഗങ്ങളിലും മുസ്ലിം എന്ന നാമം അതില്ലായ്മ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയിൽ തന്നെ പൊതു രംഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൊതുസംവാദങ്ങളിലെല്ലാം മുസ്ലിം എന്ന നാമം അത് അപകടകരമാണ് എന്ന്, വർഗീയമാണ് എന്ന്, വിഖണ്ഡവാദമാണ് എന്നെല്ലാം വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ആ നിലക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഹൈന്ദവരാകട്ടെ, മറ്റു അമുസ്ലിങ്ങളായ മറ്റു സുഹൃത്തുക്കളാവട്ടെ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ഒരു ഭീതിയോടുകൂടി കാണാൻ നമ്മുടെ ഓരോ ആധാറുകളും, നമ്മുടെ താടിയാവട്ടെ, തലപ്പാവാവട്ടെ, അതുപോലെ തന്നെ മുസ്ലിം വേഷവിധാനങ്ങളാവട്ടെ, ഇതൊക്കെ ഒരു ഭീതിയോടുകൂടി കാണുന്ന വിധമുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ഇവിടെ BJP ഗവൺമെൻറ്റും അതുപോലെ അവർക്ക് സൈദ്ധാന്തിക അടിത്തറ നൽകുന്ന സംഘപരിവാര പ്രസ്ഥാനങ്ങളുമെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ റൂട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അപരവൽക്കരിക്കുകയും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഭീതി സമൂഹത്തിൽ പരത്തുകയും ചെയ്യുക, അതൊരു അജണ്ടയായി സ്വീകരിച്ചിട്ടുണ്ട്. അത് പലപ്പോഴും മതനിരപേക്ഷ കക്ഷികളിൽപ്പെട്ട ആളുകളെപ്പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ റീസൻ്റായിട്ടുള്ള ചില ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്. ഇതുപോലെ ഒന്നിച്ചിരിക്കുന്ന ഒരു പാനലിൽ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ പേര് ഒരു മുസ്ലിം പേരിനോട് സാമ്യമുള്ളതായപ്പോൾ ഒരു മതനിരപേക്ഷ കക്ഷി അല്ലെങ്കിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്ന ചാമ്പ്യന്മാരാണെന്ന് പറയുന്നവർ പോലും, അതിൻ്റെ വക്താക്കൾ പോലും പറഞ്ഞത് ഒരു മുസ്ലിം തീവ്രവാദി ഈ ചർച്ചയിലുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേരളത്തിലെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട, തീയ വിഭാഗത്തിൽപ്പെട്ട, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ചേക്കുട്ടി ആയതുകൊണ്ട്, സാധാരണ അങ്ങനെയുള്ള പേര് മുസ്ലിമീങ്ങൾക്കാണ് ഉണ്ടാവുക, ഒരു താടിയും ഉണ്ടായതുകൊണ്ട് ഇവിടെ അത് മുസ്ലിം തീവ്രവാദി തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. ആ രൂപത്തിലുള്ള അപരവൽക്കരണം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്നും, സാംസ്കാരിക തലങ്ങളിൽ നിന്നും, അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിൽ നിന്നുമെല്ലാം ബോധപൂർവം ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും മുസ്ലിമീങ്ങളെ അകറ്റി നിർത്തുവാനുള്ള ചില പ്രൊജക്റ്റുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ അവാം സുറൂർ വ്യക്തമാക്കും. നമ്മളിവിടെ പറഞ്ഞു വെച്ച സാഹചര്യത്തിൽ, അതായത് മുസ്ലിം സമുദായത്തിൻ്റെ, പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ
മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിം സമുദായം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള സാമൂഹിക സാഹചര്യം പരിശോധിക്കുമ്പോൾ സത്യത്തിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് പറയാം. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മലബാറിൽ നിന്നുകൊണ്ട് നോക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾക്കത് അതിൻ്റെ ഒരു വ്യാപ്തി കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷനിൽ ഏകദേശം ഒരു 14.2% വരുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ന്യൂനപക്ഷം എന്ന പദവി നമുക്കുണ്ട്. അതേസമയം വളരെ പ്രബലമായ ഒരു ന്യൂനപക്ഷവും പ്രബലമായ ഒരു സമുദായ ജനവിഭാഗവുമാണ് ഇന്ത്യൻ സമൂഹത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. മുസ്ലിങ്ങൾ ഈ 14.2% എന്ന് പറയുന്ന ആ ഒരു ശതമാനത്തിനനുസരിച്ച് കൊണ്ട് സാമൂഹികമായി സാമ്പത്തികമായി അധികാര പങ്കാളിത്തത്തിലൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഈ 14 എന്ന് പറയുന്ന ആ ഒരു ശതമാനത്തിൻ്റെ പരിസരത്തെങ്ങും എത്താൻ പറ്റാത്ത വിധം അകന്നു നിൽക്കുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. നേരത്തെ രജീന്ദ്ര സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകിച്ച് സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് പഠനം നടത്തി സമുദായത്തെ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്തും അവിടെ നിന്ന് ഇങ്ങോട്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഏതെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല എന്ന് മാത്രമല്ല, നമ്മളിപ്പോഴും അധികാരപരമായും സാമൂഹ്യപരമായും ഉയരാൻ കഴിയാത്ത വിധം ബഹുമാനായ നമ്മുടെ മുജീബ് ഒട്ടുമൽ അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായ അജണ്ട വെച്ചുകൊണ്ട് സാമൂഹ്യമായി മുസ്ലിം സമുദായത്തെ പിന്നോട്ടടിപ്പിക്കാനായിക്കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഭരണഘടന ഒരു ന്യൂനപക്ഷ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിക്കൊണ്ട് വെച്ച പ്രൊവിഷൻസിനെ അല്ലെങ്കിൽ അതിനു വേണ്ടിക്കൊണ്ട് തയ്യാറാക്കിയ ടൂളുകളെ പോലും മുസ്ലിം സമുദായത്തെ പിന്നോട്ടടിപ്പിക്കാനായിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു വിധി വൈപരീത്യം കൂടിയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം സമുദായം അടക്കമുള്ള പിന്നോക്കാവസ്ഥയുള്ള സമുദായങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാണ്, അല്ലെങ്കിൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരെ അധികാര പങ്കാളിത്തത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് സംവരണത്തിനുള്ളത്. പലപ്പോഴും ഇന്ന് രാജ്യത്തെ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസികൾ എടുത്ത് പരിശോധിച്ചാൽ ആ കോൺസ്റ്റിറ്റ്യുവൻസികളെ സംവരണ കോൺസ്റ്റിറ്റ്യുവൻസി ആക്കാൻ മാനദണ്ഡമാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരണകൂടങ്ങൾ ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ജനസംഖ്യാപരമായോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണെങ്കിൽ ആ മണ്ഡലത്തെ എടുത്തുകൊണ്ട് SC അല്ലെങ്കിൽ ST പോലുള്ള സംവരണ മണ്ഡലങ്ങളാക്കി മാറ്റിക്കളയുക. അതോടുകൂടി അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് MP ആയിക്കൊണ്ട് അവിടെ വരുന്നത് തടഞ്ഞു കളയുക. ഈ രീതിയിൽ എങ്ങനെ ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഭരണഘടനാപരമായ പ്രൊവിഷൻസ് ഉണ്ട്, അതിനെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, സമുദായത്തെ പിന്നോട്ടടിപ്പിക്കുന്ന രീതികൾ നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 24 മുസ്ലിം MP-മാരാണുള്ളത്. നമ്മുടെ ആകെ എണ്ണത്തിൻ്റെ MP-മാരുടെ എണ്ണവും മുസ്ലിം സമുദായത്തിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം പോപ്പുലേഷനെ എടുത്തു നോക്കിയാൽ വളരെ അകലെയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഓരോ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ ലക്ഷദ്വീപും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ 60% മുകളിലുണ്ടാകും. ബാക്കി മിക്ക സംസ്ഥാനങ്ങളിലെയും മുസ്ലിം പോപ്പുലേഷൻ ഇപ്പോൾ കേരളത്തിൽ 26%. വിവിധ സംസ്ഥാനങ്ങളുടെ പോപ്പുലേഷനും ആ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെ MLA-മാരുടെ മുസ്ലിം MLA-മാരുടെ എണ്ണവും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ അകലത്തിലാണ് നമ്മളുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിന് പകരം ഇതിനെ എങ്ങനെ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ മുസ്ലിം സമുദായത്തെ പിന്നോട്ടടിപ്പിക്കാമെന്നുള്ള അജണ്ടകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് RSS അല്ലെങ്കിൽ RSS ബാക്ക് ചെയ്യുന്ന അധികാര കേന്ദ്രങ്ങൾ കൃത്യമായ അജണ്ട ഒരുക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കൺവട്ടത്തുള്ള ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കും. ഒരു ഉദാഹരണത്തിന് ഡീലിമിറ്റേഷൻസ് ആണ്, അതായത് പാർലമെൻ്ററി അല്ലെങ്കിൽ നമ്മുടെ വാർഡുകൾ വിഭജിക്കുന്ന സമയത്ത് എടുക്കുന്ന ടെക്നിക്കുകൾ. ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് മുസ്ലിം പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള പൂന്തുറയിലെയും അല്ലെങ്കിൽ ഭീമാപ്പള്ളി പോലുള്ള തിരുവനന്തപുരം ജില്ലയിലെ വാർഡുകൾ, കോർപ്പറേഷൻ വാർഡുകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടുത്തെ ഒരു വാർഡിലെ വോട്ടറുടെ എണ്ണം 13,000 17,000 ഒക്കെയാണ്. അതേസമയം
അഥവാ മുസ്ലിം ഡോമിനേഷനുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലെ വാർഡുകളിലെ വോട്ടർമാരുടെ എണ്ണം 13,000-ഉം 17,000-ഉം ഒക്കെയാണ്. അതേസമയം മറ്റു സ്ഥലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 3,000-ഉം 3,500-ഉം വോട്ടർമാർക്ക് ഒരു കൗൺസിലർ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് നഗരഹൃദയത്തിലെ മുഖദാർ പോലുള്ള കുറ്റിച്ചിറ പോലുള്ള പ്രദേശങ്ങളെടുത്താൽ അവിടെ 12,000-ഉം 10,000-ഉം 13,000-ഉം ഒക്കെയാണ് ഓരോ വാർഡിലെയും മുസ്ലിം പോപ്പുലേഷനുള്ള ഏരിയകളിലെ വാർഡിലെ വോട്ടർമാരുടെ എണ്ണം. തൊട്ടടുത്ത് നിൽക്കുന്ന ചാലപ്പുറം വാർഡിൽ 3,500-ഓ 4,000-ഓ ആളുകളായിരിക്കും വോട്ടർമാരായി ഉണ്ടാകുക. അതിൻ്റെ ഡീലിമിറ്റേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് 7,500 വോട്ടർമാരുണ്ടായിരുന്ന ചാലപ്പുറം വാർഡിൽ നിന്ന് 3,500 പേരെ എടുത്ത് മുസ്ലിം പോപ്പുലേഷനുള്ള ആ ബെൽറ്റിനെ ഒന്നാകെ എടുത്ത് തൊട്ടപ്പുറത്ത് 9,000 വോട്ടർമാരുണ്ടായിരുന്ന മുഖദാർ വാർഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫലത്തിൽ 2 കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന്, ഒരു 3-4 മുസ്ലിം റെപ്രസെൻറ്റേറ്റീവ്സ് കൗൺസിലുകളിൽ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളിൽ എത്തുന്നതിന് പകരം അത്രയും ആളുകൾക്ക് വേണ്ടി ഒരാളെ എത്തുന്നുള്ളൂ. അഥവാ റെപ്രസെൻറ്റേഷൻ കുറഞ്ഞു വരികയാണ്. അതേസമയം വിഭവങ്ങൾ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഭവങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. 3,500 ആളുകളുള്ള വാർഡിലേക്ക് ഷെയർ ചെയ്യുന്ന അതേ വിഭവങ്ങളാണ് 17,000 മുസ്ലിങ്ങളുള്ള സ്ഥലത്തേക്കും വിഭജിക്കപ്പെടുന്നതും. ഈ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഈ നാട്ടിൽ എന്ത് ചെയ്യപ്പെടുന്നത്, വിഭജിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം പിന്നോട്ടടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇത് അധികാര പങ്കാളിത്തത്തിലെ കാര്യമാണ്. മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളെ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സാമ്പത്തിക പദ്ധതികൾ അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾ, അതിൻ്റെയൊക്കെ വിഹിതങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ആരും അറിയാതെ വളരെ സ്ലോ പോയിസൺ പോലെ വളരെ സമയബന്ധിതമായി കുറച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓരോ വർഷത്തെയും 2014-15 കാലഘട്ടങ്ങളിൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് അല്ലെങ്കിൽ ഈ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പുകളുടെയൊക്കെ എമൗണ്ടുകൾ എടുത്തു നോക്കിയാൽ ഈ 2025-26 എത്തി നിൽക്കുമ്പോൾ അതെല്ലാം ഗണ്യമായി കുറച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2022-23 കാലത്ത് 556 കോടി രൂപയുണ്ടായിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ 90 കോടിയിൽ താഴെയാണ്. ഈ രീതിയിൽ ഭീമമായ അളവുകൾ എല്ലാത്തിലും കുറഞ്ഞിരിക്കുകയാണ്. മെറിറ്റ് കം മീൻസിൻ്റെ തുക എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 2022-23 കാലത്ത് 358 കോടി ഉണ്ടായിരുന്നത് 24-25 എത്തുമ്പോൾ 19 കോടി മാത്രമാണ്. ഇത് ഇത്രയും ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ആർക്കും പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായി ഉയരാനുള്ള, അധികാരപരമായി ഉയരാനുള്ള, സാമൂഹ്യമായി ഉയരാനുള്ള സാധ്യതകളെ നമ്മൾ പോലും അറിയാതെ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. എങ്ങനെയാണോ RSS മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ RSS ബാക്ക് ചെയ്യുന്ന BJP ഭരണകൂടം സമുദായം ഉയർന്നു വരുന്നതിനെ തകർക്കണമെന്ന് അവരുടെ ഐഡിയോളജിയിൽ എഴുതി വെച്ചിട്ടുള്ളത്, അത് നടപ്പിലാക്കുന്നിടത്തും അവർ വിജയിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ട ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് ചുരുക്കത്തിൽ പരാമർശിക്കാനുള്ളത്. മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾ അധികാര രംഗത്തു നിന്നും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ നിന്നൊക്കെ തടയപ്പെടുകയും അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിമീങ്ങളും കേരളത്തിന് പുറത്തുള്ള മുസ്ലിമീങ്ങളെയും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലും വിദ്യാഭ്യാസ പുരോഗതിയിലേക്കുമെല്ലാം എത്താൻ കേരളീയ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മുടെ സമുദായത്തിൻ്റെ പോപ്പുലേഷൻ അനുസരിച്ച് ആ ഒരു പൂർണ്ണാർത്ഥത്തിൽ അധികാര പങ്കാളിത്തത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ അധികാര പങ്കാളിത്തത്തിലെത്തിയാൽ എന്തോ ഒരു വലിയ അപകടം നാട്ടിലുണ്ടാകുമെന്നുള്ളൊരു ഭീതി ഒരു ഭാഗത്ത് പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം മന്ത്രിയായാൽ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ 1, 2, 3 മുസ്ലിമീങ്ങൾ ഉണ്ടായാൽ എന്തോ വലിയ പ്രശ്നമാണ്, ഇവിടെ എന്തോ ഒരു ഭീതി ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രചണ്ഡമായ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ ഇതര പ്രദേശങ്ങളിൽ നിന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ മുസ്ലിമീങ്ങൾക്ക്
ഒരു പ്രതാപവും അസ്തിത്വവും ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നവോത്ഥാന പ്രവർത്തനങ്ങളും അതിൻ്റെ അനുരണനങ്ങളുമാണ്. മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കത്തിൽ സമുദായത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തി, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായൊരു ഔന്നിത്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാമുദായിക രാഷ്ട്രീയ രംഗത്ത് മുന്നിൽ നടക്കുകയും സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ നേതാക്കന്മാർ ഈ സമുദായത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അതോടൊപ്പം ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന പല ആളുകളും ദേശീയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയും അതിൻ്റെയും കൂടി ഭാഗമായി സമൂഹത്തെയും സമുദായത്തെയും ഉയർത്താൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ, വിദ്യാഭ്യാസപരമായ മുന്നേറ്റമുണ്ടായപ്പോൾ കേരളത്തിൽ വലിയൊരു മാറ്റം സാധ്യമാക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ഒരു വൈകാരികമായ പ്രതികരണത്തിനപ്പുറം രാഷ്ട്രീയപരമായും അതേപോലെ തന്നെ ധാർമ്മികമായും എങ്ങനെയാണ് അതിനെ അതിജയിക്കുവാൻ സാധിക്കുക എന്നുള്ള സുചിന്തിതമായ മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ലഭിച്ചത്. ന്യൂനപക്ഷമാണ്, നമ്മൾ ശ്രദ്ധിക്കാൻ ആളില്ല, നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനേക്കാൾ അപ്പുറം ഇവിടെയുള്ള സ്വത്വരാഷ്ട്രീയവും അതേപോലെ തന്നെ ദേശീയ രാഷ്ട്രീയവും മതനിരപേക്ഷ രാഷ്ട്രീയത്തോടും ചേർന്ന് നിന്നാൽ നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്നുള്ളതിന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലായിരുന്നു ശരീഅത്തിനെതിരെയുള്ള ബില്ല്. ആ ബില്ലിനെതിരെ ഒറ്റക്ക് മുസ്ലിം ലീഗിൻ്റെ മെമ്പറായ ബനാത്ത് വാലയാണ് പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഇതൊരു മുസ്ലിം പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മളാരും അതിൽ ഇടപെടേണ്ടതില്ല എന്നല്ല അന്ന് കോൺഗ്രസ് പോലെയുള്ള ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എടുത്ത നിലപാട്. മറിച്ച് രാജീവ് ഗാന്ധി ബനാത്ത് വാല അവതരിപ്പിച്ച ആ ബില്ലിനെ പൂർണ്ണമായും എല്ലാവരും പിന്തുണക്കണമെന്ന് ആവശ്യപ്പെടുകയും വിപ്പ് കൊടുക്കുകയും ചെയ്തു. ആ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സായി. ഇന്നത്തേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി. ഇന്ന് ഒരു മുസ്ലിം പ്രശ്നം ഉന്നയിക്കാൻ പോലും പാർലമെൻറ്റിൽ ഒരു സാഹചര്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ഒരു ഇഷ്യൂവിൽ കേവലം 2 ആളുകൾ മാത്രമുള്ളൊരു പാർട്ടിയുടെ ഒരു മെമ്പർ എഴുന്നേറ്റ് നിന്നൊരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് ന്യായമായൊരാവശ്യമാണ് എന്ന് ഇവിടുത്തെ മതനിരപേക്ഷ കക്ഷികൾ, പ്രത്യേകിച്ചും കോൺഗ്രസ് പോലെയുള്ള കക്ഷികൾ അത് തിരിച്ചറിയുകയും കോൺഗ്രസിൽ നിന്ന് തന്നെ അതിനെതിരെ അന്ന് സംസാരിച്ചിരുന്ന ആളുകൾക്ക് ശക്തമായ താക്കീത് നൽകുകയും അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തുകൊണ്ട് ആ ബില്ല് പാസ്സാക്കിയെടുത്ത ഒരു സാഹചര്യം ഇന്നലകളിൽ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശരാകുകയല്ല വേണ്ടത്. ഇന്ന് ഈ രംഗത്ത് രൂപപ്പെട്ടു വരുന്ന പ്രതീക്ഷാനിർഭരമായ മുന്നണികൾ നമ്മുടെ മുമ്പിൽ ഒരു പോസിറ്റീവായ ആശയം, പോസിറ്റീവായ പ്രതീക്ഷ നമുക്ക് നൽകുകയാണ്. ആ ഒരു പോസിറ്റീവായ പ്രതീക്ഷ നമുക്ക് നൽകുന്ന സന്ദർഭത്തിൽ നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കുകയും പിന്നാക്കം പോവുകയും ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഞങ്ങളിതിലേക്കൊന്നുമില്ല, ഞങ്ങൾ വേറെയാണ് എന്ന ഒരു നിഷേധാത്മകമായ നിലപാടല്ല സ്വീകരിക്കേണ്ടത്. മറിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി ഇസ്ലാമികമായ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ന്യൂനപക്ഷ പ്രദേശത്ത്, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഒരു പ്രദേശത്ത്, പ്രത്യേകിച്ചും മതനിരപേക്ഷ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം തൻ്റെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കേണ്ടത് എന്നതിലേക്കാണ് ഫൈസൽ മൗലവി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തീർച്ചയായും ഏത് രാജ്യത്താണെങ്കിലും ശരിയായ മുസ്ലിമിനെ കൃത്യമായ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു പരിപൂർണമായ മുസ്ലിമായി
ജീവിക്കാൻ കഴിയുമെന്നത് ഇന്ത്യയിലെ ഇത്രയും കാലത്തെ മുസ്ലിമീങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് യാഥാർത്ഥ്യമായി കണ്ട് ബോധ്യപ്പെടുന്ന ഒരു ചരിത്ര വസ്തുതയാണ്. അതോടൊപ്പം പ്രമാണങ്ങൾ നൽകുന്ന പിന്തുണയും അത്തരം ഒരു കാഴ്ചപ്പാടുകൾക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, മുഴുവൻ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് പൂർണ്ണമായും അനിസ്ലാമികത നിറഞ്ഞു നിൽക്കുന്ന ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്കൊക്കെ തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമികമായ എല്ലാം നിറഞ്ഞ ഒരു പ്രദേശത്തേക്ക് പ്രവാചകനും നിയോഗിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകന്മാരെല്ലാം വന്നത് അല്ലാത്ത രാജ്യങ്ങളിലേക്കാണ്. അവിടെ വന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും അവിടെയുള്ള ആളുകളെ കൂടെ അവരിൽ ഒരാളായി ജീവിക്കുകയും എന്താണ് ശരിയായ ഇസ്ലാം എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി ഉണ്ടായി വന്ന ചില മാറ്റങ്ങൾ, അതിന് പക്ഷേ ചില ആളുകൾ അവരുടെ കയ്യിലേക്ക് വരാനോ അവരതിൻ്റെ ഭരണാധികാരി മാറാനോ ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം. അവിടെയും മഹാഭൂരിപക്ഷം പ്രവാചകന്മാരും അവരുടെ ജീവിതകാലത്തൊരിക്കലും ഭരണകർത്താക്കളായി മാറിയവരല്ല. അവിടെ നാടുകൾ ഇസ്ലാമിക രാജ്യങ്ങളായി മാറിയിട്ടുമില്ല. അപൂർവം പ്രവാചകന്മാർക്ക് മാത്രമാണ് ആ നാട്ടിലെ ഭരണം കൈയാളാൻ സാഹചര്യമുണ്ടായിട്ടുള്ളത്. ഒരു ഭരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് രാജ്യത്ത് ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും അവിടെയെല്ലാം പരിപൂർണമായ മുസ്ലിമായി ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രമാണങ്ങളുടെ അധ്യാപനവും കാലം ഇത്രയുമുള്ള ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ ചരിത്രവുമെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന നാട്ടിൽ അക്കാലത്ത് മുസ്ലിമായി ന്യൂനപക്ഷം എന്ന് പറയാൻ പക്ഷം പോലും ഇല്ലാത്ത സാഹചര്യമായിരുന്നു. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അന്ന് കൂടെയുള്ളത്. സ്വന്തം പിതാവ് പോലും എതിരായി നിൽക്കുന്ന, ഏകനായി ഒറ്റയ്ക്ക് നിന്ന് മുസ്ലിമായി ജീവിച്ചുവെന്ന് മാത്രമല്ല, ഇബ്രാഹിം അല്ലദീ വഫ, കടമകളെ പൂർത്തീകരിച്ച ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ഒരു ഭരണം സ്ഥാപിക്കാത്തത് കൊണ്ട്, ഒരു നാട് ഒന്നാകെ അട്ടിമറിച്ച് സ്വന്തം കയ്യിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മതം പൂർത്തിയായിട്ടില്ല എന്നല്ല പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കടമകൾ അദ്ദേഹം പൂർത്തീകരിച്ചുവെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിൽ ജീവിച്ച 13 കൊല്ലം അവിടെ അടിച്ചമർത്തപ്പെട്ടവരാണ്, മർദ്ദരാണ്, ഏറെ പ്രയാസമുള്ളവരാണ്. കഅബാലയത്തിൻ്റെ പരിസരത്ത് പോലും നിസ്കരിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട, അവിടെ ജീവിക്കാൻ പോലും പിന്നീട് പറ്റില്ല എന്ന സാഹചര്യം വന്ന, ഷൈബ് അബി ത്വാലിബിൽ 3 കൊല്ലക്കാലം ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടി വന്ന ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. അതൊന്നും അവിടെ ഈമാനിനോ മതപരമായ അവരുടെ കാര്യങ്ങൾക്കൊന്നും ഒരു ഭംഗമായി, ഒരു കോട്ടമായി കണക്കാക്കപ്പെട്ടില്ല. അന്നും എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതവർ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ മതപരമായ മേഖലയെ അവർ പൂർത്തീകരിച്ചത്. ഇന്ത്യയിലും ഇത്രയും കാലമായി പ്രവാചകൻ്റെ കാലഘട്ടം മുതൽ അല്ലെങ്കിൽ തൊട്ടടുത്ത കാലം മുതൽ മുസ്ലിമീങ്ങൾ ഇന്ത്യയിൽ വരികയും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് മാറി 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 വരികയും ചെയ്തിട്ടുണ്ട്. എണ്ണപ്പെട്ട ഏതാനും ആളുകളിൽ മാത്രം ഒതുങ്ങിയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ഇന്ത്യ ഭരിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയി അല്ലാത്തൊരവസ്ഥയ്ക്ക് മാറിയ സാഹചര്യമുണ്ട്. ഇനി മറ്റു വൈദേശികമായ ഭരണങ്ങളുണ്ടായ കാലഘട്ടത്തിലും ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കാലഘട്ടങ്ങളിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരും നേതാക്കന്മാരും അവർ കൈകാര്യം ചെയ്ത റോളുകൾ അത് ആരും മറക്കാൻ ശ്രമിച്ചാലും കൃത്യമായ ചരിത്രമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിലും അഹ്ലെ ഹദീസിൻ്റെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സ്ഥാപനങ്ങളും നേതാക്കളുമെല്ലാം ലോകത്തോട് ഇന്ത്യയിലുടനീളം അവരും ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഏതു സാഹചര്യത്തിലും പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ തന്നെയാണ് ഒരു മുസ്ലിം പഠിക്കേണ്ടത്. അതല്ലാതെ കേവലമായ ചില ചർച്ചകളിലേക്ക് മാത്രം കാര്യങ്ങളെ കൊണ്ടുപോയി ഒരിക്കലും പ്രയോജനമില്ലാത്ത, ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ ഒരു സാഹചര്യവുമില്ലാത്ത, ഒരു ആവശ്യവുമില്ലാത്ത, അല്ലെങ്കിൽ സംസാരിച്ചാൽ ചർച്ച ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമില്ലാത്ത, ദോഷം മാത്രമുള്ള ചില മസാലകളെ എടുത്തുകൊണ്ട് അത് ചർച്ചക്കിട്ടുകൊണ്ട് അതിലൂടെ മുസ്ലിമീങ്ങളെ പിറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അതേസമയം ഇത്തരം ഭീതി പ്രചരിപ്പിക്കുന്ന സംഘങ്ങളുടെ അത്തരം പാർട്ടികളൊക്കെ ചട്ടുകങ്ങളായി മാറി ഇനി അവരെ പ്രീതിപ്പെടുത്തി നിന്നെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന ഒരു സ്വാർത്ഥമായ തങ്ങളുടെ മിനിമം അജണ്ടകൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പേരിൽ മാത്രം മുസ്ലിമുകളായി നിൽക്കുന്ന ചില സൂഫി ആശയം ഉള്ള സമാനരായ ആശയങ്ങൾ സ്വീകരിക്കുന്ന സംഘങ്ങളും വ്യക്തികളും അതും നമുക്കിടയിൽ ഉണ്ട്. അത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ നാം ഇവിടെ സ്വീകരിക്കേണ്ട നിലപാട്. അതേസമയം ഈ നാട് നമ്മുടേതാണ്, നമ്മൾ കൂടി ഭാഗമാക്കായിക്കൊണ്ടാണ് ഇതിന് ഈ കാണുന്ന രൂപത്തിൽ നിർമ്മിച്ചെടുത്തത്. ഇതിൻ്റെ ഓരോ അംശത്തിലും ഇവിടുത്തെ ഓരോ ഇന്ത്യക്കാരനും പങ്കുള്ളതുപോലെ തന്നെ ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങൾക്കും അതിൽ തുല്യതയില്ലാത്ത പങ്ക് തീർച്ചയായും ഉണ്ട്. അത് സംരക്ഷിക്കുവാനും ആ അവകാശങ്ങൾ നേടിയെടുക്കുവാനും ഈ നാട് നശിപ്പിക്കാൻ ആരൊക്കെ പരിശ്രമിച്ചാലും അതൊന്നും സമ്മതിക്കാവതല്ല എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ പരിശ്രമിക്കേണ്ടത്. ഈ ഭരണഘടനയാണ് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരും ഒരുമിച്ചുകൂടി പരസ്പരം ധാരണയായി കരാറിലായി ഇവിടെ സ്ഥാപിതമായ ഇവിടെ നിശ്ചയിച്ച ഈ ഭരണഘടന അത് തകർക്കാൻ ബോധപൂർവം ഒരു ഭാഗത്ത് ശ്രമമുണ്ടാകുമ്പോൾ അതിനാക്കം കൂട്ടുന്ന ചർച്ചകളോ അതിന് കൂടെ നിൽക്കുന്ന പ്രവണതകളോ അല്ല നമ്മുടെ പക്കൽ ഉണ്ടാവേണ്ടത്. പകരം ഇത് തകർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തുവാനും അവിടെ ആ താല്പര്യങ്ങൾ അതൊരിക്കലും നടത്താൻ സമ്മതിക്കില്ല എന്ന മട്ടിൽ ഇത് നിലനിർത്താനുള്ള പരിശ്രമങ്ങളുമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന നമ്മുടെ ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ മതപരമായി തന്നെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടിനെക്കുറിച്ചാണ് ഫൈസൽ മൗലവി നമ്മളോട് ബോധ്യപ്പെടുത്തിയത്. മതകാര്യത്തിൽ നമ്മളെ എതിർക്കാത്ത, യുദ്ധം ചെയ്യാത്ത, നമ്മൾ താമസിക്കുന്ന വീടുകളിൽ നിന്ന് നമ്മളെ പുറത്തിറക്കാതിരിക്കുകയും നമ്മളോട് നന്മയോടുകൂടി വർത്തിക്കുകയും ചെയ്യുന്നവരോട് നന്മ ചെയ്യണമെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നമ്മൾ സംഘടിതരായി മാറുകയും ഒരു പ്രതിരോധ സേന സൃഷ്ടിക്കുകയും ചെയ്താൽ മാത്രമേ ഇവിടെ മുസ്ലിമീങ്ങൾക്ക് അതിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള പല ആളുകളുമുണ്ട്. അവരുടെ വായനയിൽ വിശുദ്ധ ഖുർആനിൻ്റെ പല ആയത്തുകളെയും ആ രൂപത്തിൽ അവർ നോക്കിക്കാണുകയും അത് ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തു. പലപ്പോഴും അത്തരം ദുർവ്യാഖ്യാനങ്ങൾ ഒരു മതരാഷ്ട്രവാദം ഇസ്ലാമിലുണ്ട് എന്ന് ഇസ്ലാമിനെ അപരവൽക്കരിക്കുവാൻ, അതേപോലെ തന്നെ ഇസ്ലാമിനെ മാർജിനലൈസ് ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളായി മാറിയിട്ടുണ്ട്. പല രൂപത്തിലുള്ള ടൂളുകളാണ് ഇസ്ലാമിനെ അപരവൽക്കരിക്കുന്നതിന് വേണ്ടി ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സംഘപരിവാര ശക്തികൾ സാംസ്കാരികമായി നശിപ്പിക്കുക, ധാർമ്മികമായി നശിപ്പിക്കുക, വിശ്വാസി സമൂഹത്തെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി വളരെ അന്തസാരശൂന്യമായൊരു വിഭാഗമാക്കി മാറ്റുക. ഇസ്ലാമിനോടും ഇസ്ലാമിക അധ്യാപനങ്ങളോടും ഒട്ടും താല്പര്യമില്ലാത്തവരെ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ഗുഡ് മുസ്ലിം എന്ന പേരിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക. ഇസ്ലാമികമായ അധ്യാപനങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും അത് സ്വീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവർ തീവ്രതയുടെ ആളുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരുപാട് ടൂളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ആധുനിക ജനറേഷൻ ജെൻസിയിൽ ഒരുപാട് ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ സംഘപരിവാര ശക്തികളും ഇസ്ലാമിനെ ധാർമ്മികമായും സാംസ്കാരികമായും
നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഉപാധികളെക്കുറിച്ചാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ നമ്മളോട് സംവദിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഗോൾവാൾക്കർ അടക്കമുള്ള വിചാരധാരയിലടക്കം മുസ്ലിങ്ങളെ ഒന്നാമത്തെ ശത്രുവായി എണ്ണി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14% മുസ്ലിങ്ങളെ, ഇന്ത്യയിലുള്ള 14% മുസ്ലിങ്ങളെ പൂർണ്ണമായും കൊന്നൊടുക്കണമെന്നോ ഇല്ലാതാക്കണമെന്നോ അവർക്ക് പ്രായോഗികമായി പോസിബിൾ അല്ല. പിന്നെ എന്താണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനും അതുപോലെ തന്നെ ഹിന്ദുത്വ ശക്തികളും ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എങ്ങനെയാകണമെന്നാണ് അവർ സ്വപ്നം കണ്ടത് എന്നുള്ളത് ഗോൾവാൾക്കറിൻ്റെ തന്നെ വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന വളരെ കുപ്രസിദ്ധമായ പുസ്തകത്തിൽ നമുക്ക് അത് കൃത്യമായി എഴുതിയായിട്ട് കാണാൻ സാധിക്കും. ദ നോൺ ഹിന്ദു പീപ്പിൾ ഇൻ ഹിന്ദുസ്ഥാനിലുള്ള ഹിന്ദുവേതരമായിട്ടുള്ള ആളുകൾ മസ്റ്റ് ഐദർ അഡോപ്റ്റ് ദ ഹിന്ദു കൾച്ചർ ആൻഡ് ലാംഗ്വേജ്, ഹിന്ദു സംസ്കാരം സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഹിന്ദു ഭാഷ സ്വീകരിക്കുകയും ചെയ്യണം. ലേൺ ടു റെസ്പെക്ട് ആൻഡ് ഹോൾഡ് ഇൻ റെവറൻസ് ഹിന്ദു റിലീജിയൻ ഓർ മേ സ്റ്റേ ഇൻ ദ കൺട്രി ഹോളി സബോർഡിനേറ്റഡ് ടു ദ ഹിന്ദു നേഷൻ. ഈ ഹിന്ദു രാഷ്ട്രത്തിന് പൂർണ്ണമായും അടിയറവ് പറഞ്ഞുകൊണ്ട് സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, അവർ ജീവിക്കണം. ക്ലെയിമിങ് നത്തിങ്, ഒന്നും ക്ലെയിം ചെയ്യാതെ, ഡിസേർവിങ് നോ പ്രിവിലേജസ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഹിന്ദു രാഷ്ട്രത്തിൽ, അതായത് ഹിന്ദുത്വ തീവ്രവാദികൾ സ്വപ്നം കാണുന്ന ഹിന്ദു രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? നിങ്ങൾ അഡോപ്റ്റ് ദ ഹിന്ദു കൾച്ചർ, ഈ ഒരു സംസ്കാരം അഡോപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുസ്ലിങ്ങളായിട്ട് തന്നെ ജീവിക്കാം. അതാണ് നമ്മൾ ഈ കാണുന്ന ഈ ദേശീയ മുസ്ലിം എന്നൊക്കെ പുതിയ ടെർമിനോളജിയിൽ നമ്മൾ പറയുന്ന ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇസ്ലാം ഇല്ലാത്ത മുസ്ലിങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാറിനും പ്രശ്നമില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടുള്ള വിചാരധാരക്കാരനും ഇസ്ലാം ഇല്ലാത്ത മുസ്ലിം പ്രശ്നമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു കാര്യമായിരിക്കണം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ ന്യൂനപക്ഷങ്ങളായി നമ്മളിവിടെ ജീവിക്കുന്നു, എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായും ഇത്തരക്കാരായ ആളുകളുടെ ചിന്ത എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇസ്ലാമില്ലാത്ത മുസ്ലിങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നേരത്തെ ഫൈസൽ മൗലവി സൂചിപ്പിച്ചതുപോലെ സൂഫിസം പോലെയുള്ള ഒരുപാട് പുകവാദങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇസ്ലാമിനെ ആ ജീവിതത്തിൽ പരിവർത്തിപ്പിക്കുന്ന ഒരു ആശയമായിക്കൊണ്ട് വർത്തിക്കാത്ത രൂപത്തിലുള്ള കുറേ മുസ്ലിങ്ങളെ ഉണ്ടാക്കുക, ഇവർ പറയുന്ന രൂപത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളോടും യോജിച്ചു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇലാസ്റ്റിക്കായ ഒരു മതം ആക്കി ഇസ്ലാമിനെ മാറ്റുക, അതിൽ കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങളിലും പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കാണുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ ദേശീയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞു, അത് ആ ഒരു ടെർമിനോളജിയിൽ ഒരു ഇത്തരം രാഷ്ട്രീയ കക്ഷികളുമായി നേരിട്ട് ചേർന്ന് നിൽക്കുന്ന ആളുകളല്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരനായ നമ്മൾ ഓരോരുത്തരുടെയും അടക്കം ചിന്തകളിലേക്ക് ഇത്തരം ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ വളരെ ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇസ്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുക എന്നുള്ളത്, ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി, മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അത് പലപ്പോഴും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും അടിക്കാനുള്ള ഒരു ടൂളായി ഇവർ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു താടി വളർത്തുക എന്ന് പറയുന്നത്, താടി വളർത്തിയ മുസ്ലിമിനോട് എന്താണ് പൊതുസമൂഹം ചോദിക്കുന്നത്? ഇവിടെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ അവരിൽ ഭൂരിഭാഗവും താടി വളർത്താതെ ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ? തട്ടമിട്ട് പോകുന്ന മുസ്ലിം പെൺകുട്ടിയോട് ചോദിക്കുന്ന ഇതേ ചോദ്യമാണ്. മറ്റുള്ളവർക്കൊന്നൊരു പ്രശ്നമില്ലല്ലോ. അതേപോലെ തന്നെ ഏത് കാര്യമാണെങ്കിലും ഇസ്ലാം വിരോധിച്ച ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇസ്ലാം ഇല്ലാത്ത മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് എന്ന ചോദ്യം അവിടെ ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്നൊക്കെ പറയുന്നത് സാമ്രാജ്യത്വ സൃഷ്ടിയാണ്. അതായത് അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഗുഡ് മുസ്ലിങ്ങളും അല്ലാത്തവരൊക്കെ ബാഡ് മുസ്ലിങ്ങളും എന്ന ഒരു സാമ്രാജ്യത്വ സൃഷ്ടിയെ ഇന്ത്യൻ പരിപ്രേക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഈ ഹിന്ദുത്വ നെറേറ്റീവിന്, അല്ലെങ്കിൽ ഇവരീ പറയുന്ന ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന, ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ആ സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്ന, ഇസ്ലാമിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവരുടെ സംസ്കാരത്തിനനുസരിച്ചൊന്ന് മാറ്റാൻ തയ്യാറുള്ള ആളുകൾ, അവർ ദേശീയ മുസ്ലിങ്ങളാകുന്നു, അവർ നല്ല മുസ്ലിങ്ങളാകുന്നു. അതല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദർശമുണ്ട്, അതിൽ അടിയുറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ബാഡ് മുസ്ലിങ്ങളായി മാറുന്നു. അങ്ങനെ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്തുകൊണ്ട്
ഈ ഗുഡ് മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ട് കണ്ടോ അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ, നിങ്ങൾ മാത്രം എന്താ ഈ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെ നിൽക്കുന്നത്, നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ അപരിഷ്കൃതരായി നിൽക്കുന്നത്, നിങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെ മതമൗലികവാദികളാകുന്നത് എന്ന ചോദ്യങ്ങളിലൂടെ നിരന്തരം ചോദിക്കുന്നതിലൂടെ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നത് ഒരു പ്രശ്നമാക്കി മാറ്റുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേവലമായി ഒരു സംഘപരിവാർ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, മറിച്ച് മതനിരപേക്ഷ കക്ഷികൾ എന്ന് പറയുന്നവർ പോലും ഇതിൻ്റെ ചട്ടുകങ്ങളായി മാറുന്ന, ഈവൻ മുസ്ലിങ്ങൾ പോലും അതിൻ്റെ ചട്ടുകങ്ങളായി മാറുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. മതനിരപേക്ഷ കക്ഷികൾ പോലും മുസ്ലിം ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസപരമായ ഏതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ പറഞ്ഞാൽ അതിനെ മതമൗലികവാദമായിട്ടും തീവ്രവാദമായിട്ടൊക്കെ ചാപ്പ കുത്തുന്നത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള ടൂളുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു മരത്തെ നശിപ്പിക്കാൻ ആ മരത്തിൻ്റെ തന്നെ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് കോടാളിയുടെ കൈ നിർമ്മിക്കുന്ന കാര്യം നമ്മൾ പറയാറുണ്ട്. അതുപോലെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ടൂളുകൾ നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നേരത്തെ പറഞ്ഞ ഈ സംസ്കാരത്തോട് യോജിച്ചു പോകാൻ പറ്റുന്ന രൂപത്തിലുള്ള മുസ്ലിങ്ങൾ ഉണ്ടാക്കുക, ഗുഡ് മുസ്ലിങ്ങൾ ഉണ്ടാക്കുക, സൂഫി മുസ്ലിങ്ങൾ ഉണ്ടാക്കുക എന്ന ഒരു പദ്ധതി വളരെ ഗൗരവകരമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ചില തുടർച്ചകൾ മാത്രമാണ് ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ തന്നെ പെട്ടവർ തന്നെ അവരുടെ മതത്തെ തള്ളിപ്പറയുന്നു. അപ്പോൾ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പൊതുസമൂഹത്തെ കൊണ്ട് ചിന്തിപ്പിക്കുക. അതിനും ഒരു പടി അപ്പുറത്തേക്ക് പോകുമ്പോൾ ഈ നാസ്തികർ എന്നൊക്കെ പറയുന്ന ആളുകളെ കൊണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെറ്റിദ്ധാരണകൾ നിരന്തരം ഉണ്ടാക്കിപ്പിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘപരിവാർ ഫാസിസം അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദം എന്നൊക്കെ പറയുമ്പോൾ ഇതേതെങ്കിലും ഒരു മതം അല്ലെങ്കിൽ ഒരു ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് ഈ സവർക്കറെ കുറിച്ചൊക്കെ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ വിചാരധാരയെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സവർക്കർ എന്ന് പറയുന്നത് ഒരു നിരീശ്വരവാദിയാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ സവർക്കർ എന്ന് പറയുന്നത്. ഒരു നിരീശ്വരവാദിയായ അല്ലെങ്കിൽ ഒരു അജ്ഞേയവാദിയായ സവർക്കറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്ര ഹിന്ദുത്വ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു ദൈവവിശ്വാസവുമായോ മതവിശ്വാസവുമായോ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മറ്റു ചില സിദ്ധാന്തങ്ങളും അവരെ നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായും തിരിച്ചറിയേണ്ടത്. ആ സവർക്കറുടെ പിൻഗാമികളായിക്കൊണ്ട് ഇന്നും ആ ഒരു പണി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ നയിക്കുന്നത് ദൈവവിശ്വാസമോ മതവിശ്വാസമോ അല്ലെങ്കിൽ മതവർഗീയതയോ അല്ല, മറിച്ച് അവരുടെ മനസ്സിലുള്ള, അതായത് നമ്മുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തോട് യോജിക്കാത്തവരാണ് ഈ മുസ്ലിങ്ങൾ. അവർ അറബി നാട്ടിലുള്ള ഒരു കൾച്ചറിനെയാണ് അവർ പിൻപറ്റുന്നത്, ക്രിസ്ത്യാനികൾ അവർ യൂറോപ്പിനെയാണ് പിൻപറ്റുന്നത്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ, ഇങ്ങനെയുള്ള നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി യോജിക്കാത്തവരാണ് മറ്റുള്ളവർ. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ സംസ്കാരവുമായി യോജിക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. ഇതാണ് അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് പല രൂപത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളിൽ നിന്ന് ഇസ്ലാം ഇല്ലാതാക്കാനാണ് ഇവർ ഈ പണി മൊത്തം ചെയ്യുന്നത്. അതിനാണ് സോഷ്യൽ മീഡിയ എഞ്ചിനീയർ ചെയ്തിരിക്കുന്നത്. അതിനാണ് മീഡിയകളിലെ ചർച്ചകളിലൂടെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം ഇത്തരം ചർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ചേർത്ത് പറയേണ്ട ഒരു സംഗതി, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇസ്ലാമിക പ്രമാണബദ്ധമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ നമ്മൾ ഏകദൈവ വിശ്വാസം, അതുപോലെ പ്രവാചകന്മാരുടെ ദൗത്യമെല്ലാം പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് എതിർ ശബ്ദങ്ങൾ വരാറുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നിലയ്ക്ക് അപരവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുണ്ട് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ വിശുദ്ധ ഖുർആനും അതുപോലെ തിരുസുന്നത്തും അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയുന്നിടത്ത് പലതരത്തിലുള്ള കെട്ടുകഥകളും അതുപോലെ കുപ്പിപ്പാട്ടുകളൊക്കെ വരുന്ന കുറേ സ്വാഭാവികമായിട്ടുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അത്തരം ആളുകളുടെ ചെയ്തികൾ ഇപ്പോൾ സമീപകാലങ്ങളിൽ സൂഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ച 2 സൂഫികൾ, അവർ പൊന്നാട അണിയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. നമ്മൾ വിചാരിക്കുന്നത് ശരിക്ക് ഇതൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണെന്നാണ്. പക്ഷേ ഇസ്ലാമികപരമായ ആശയങ്ങളെ തകർക്കാനും അതിൻ്റെ പ്രചാരങ്ങളെ തടയിടാനും തന്നെയാണ് ഇതിൽ രഹസ്യമായി ഇത്തരം പ്രവർത്തനം നടക്കുന്നത്. 2016 മാർച്ച് 17 ഡൽഹിയിൽ ആഗോള സൂഫി സമ്മേളനം നടന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്.
യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിലുള്ള ബുദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അജിത് ഡോവൽ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു RSSകാരൻ, അതോടൊപ്പം തന്നെ ഒരു IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള സെയ്ദ് ആസിഫ് ഇബ്രാഹിം, ഈ 2 പേരുടെ ബുദ്ധിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു സൂഫി സമ്മേളനം നടന്നത്. ഡൽഹിയിലുള്ള അറിയപ്പെടുന്ന ബറേൽവി പണ്ഡിതന്മാർ തന്നെ അതിശക്തമായി സമ്മേളനത്തിനെതിരെ വന്നിരുന്നു. കാരണം ഇനി BJPയുടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്ന അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ ഉപയോഗപ്പെടുത്തുകയും മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്ന് വാദിച്ചുകൊണ്ട് ബറേൽവികളായ ആളുകൾ തന്നെ അതിനെതിരെ രംഗത്ത് വന്നു എന്നതാണ് സത്യം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് സുന്നികളാണെന്നറിയപ്പെടുന്ന 1-2 പണ്ഡിതന്മാർ കൂടി ആ RSSൻ്റെ സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ, നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെ പൊന്നാട അണിച്ച ആളുകൾ അവരുടെ സന്തതികളാണ്. ഇവരെല്ലാവരും യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്നത് അതിശക്തമായി മുസ്ലിം കേരളത്തോട് വിളിച്ചു പറയാൻ തയ്യാറാകണമെന്നാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയുമെല്ലാം പൂർണ്ണമായും അതറൈസ് ചെയ്യുക, അപരവൽക്കരിക്കുക എന്നതാണ് സംഘപരിവാരത്തിൻ്റെ ലക്ഷ്യം. വിശ്വപ്രസിദ്ധനായ ചരിത്രകാരൻ ബിപിൻ ചന്ദ്ര തൻ്റെ കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ RSSൻ്റെ സ്ഥാപിത ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ദി സംഘ് ഹാഡ് ബീൻ സ്റ്റാർട്ടഡ് not only for combating Muslim aggression but for extirpating that disease എന്നാണ്. മുസ്ലിമീങ്ങളുടെ അതിക്രമം തടയാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ആമൂലാഗ്രം മുസ്ലിം എന്ന് പറയുന്ന ആ ഡിസീസിനെ, ആ രോഗത്തെ റൂട്ട് ഔട്ട് ചെയ്യാൻ, പൂർണ്ണമായും നാമാവശേഷമാക്കാനാണ് ഈ സംഘം സ്ഥാപിച്ചതെന്നാണ്. ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിവിധ രൂപത്തിൽ, വിവിധ ഭാവത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് മുസ്ലിങ്ങളോട് അനുഭാവമുള്ളവരാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആളുകൾ പോലും മുസ്ലിമീങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും അതറൈസ് ചെയ്യാനുള്ള ടൂളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളെ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഉറവിടങ്ങളായി ദേശീയ പത്രങ്ങളിൽ വരെ ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇൻ്റർവ്യൂകൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ടൂളുകളും ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. സാഹിത്യത്തിലും സിനിമയിലുമെല്ലാം ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മോശപ്പെട്ട കഥാപാത്രം അതൊരു പക്ഷേ മുസ്ലിം കഥാപാത്രമായിരിക്കും. ഇതൊക്കെ ഒരു യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, എല്ലാം ഈ അതറൈസേഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ സാഹിത്യത്തിലും അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തും മാധ്യമരംഗങ്ങളിലുമെല്ലാം മുസ്ലിം സമൂഹത്തെയും ന്യൂനപക്ഷങ്ങളെയും അതറൈസ് ചെയ്യുന്ന വിവിധ രീതികളെക്കുറിച്ചാണ് ഡോക്ടർ സി മുഹമ്മദ് റാഫി നമ്മളോട് സംവദിക്കുന്നത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ഈ ചർച്ച ന്യൂനപക്ഷ ഇന്ത്യ അനുഭവിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അതറൈസ് ചെയ്യപ്പെടുന്ന, അപരവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ടൂളുകൾ ആയി വർത്തിക്കുന്ന വിവിധ ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരുപാട് ഘടകങ്ങൾ വർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ മീഡിയയെ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം മിസ്കൺസെപ്ഷൻ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ കൺസെപ്റ്റുകൾ, ഇസ്ലാമിൻ്റെ ആശയ രൂപങ്ങൾ തെറ്റായി നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതവർ എത്രയോ തവണ തിരുത്തി കൊടുത്താലും അറിഞ്ഞാലും. ഇപ്പോൾ വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോഴും നമ്മളുടെ മലയാള മാധ്യമങ്ങൾ പെരുന്നാൾ അവധിക്ക് ഉപയോഗിക്കുന്ന പദം റംസാൻ അവധി എന്നാണ്. ഒരു മാസക്കാലം നമ്മൾ റമദാൻ നോമ്പെടുത്ത് അത് അവസാനിപ്പിച്ച് ഒരു പുതിയ ആഘോഷത്തിലേക്ക്, ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രയോ ആളുകൾ മുസ്ലിങ്ങളായി അവരുടെ മീഡിയ ഡെസ്കുകളിൽ ഉണ്ടായിരുന്നാലും ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് റംസാൻ അവധി, റംസാനാണ് ഇന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇതൊരു ചെറിയ ഉദാഹരണം, നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉദാഹരണമാണ്.
അതല്ലെങ്കിൽ മിസ് കോട്ടിംഗ് എന്ന് പറയും, മറ്റൊരു രൂപത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ഇസ്ലാമിക സംജ്ഞകളെ, ഇസ്ലാമിക ആശയങ്ങളെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുക, തെറ്റായ രീതിയിൽ പരത്തി പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ ജിഹാദ് എന്നുള്ള പദം നമുക്കറിയാം, എത്രയോ അധികം ഇപ്പോൾ ഈ കാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ സംഗതികളുടെയും കൂടെ ജിഹാദ് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്തിനെക്കുറിച്ചും. ലവ് ജിഹാദിൽ നിന്ന് തുടങ്ങി, പിന്നീട് അത് നാർക്കോട്ടിക് ജിഹാദ് നമ്മൾ കേട്ടു, പിന്നീട് ഹയർ സെക്കൻഡറി തലത്തിൽ മലബാർ മേഖലയിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ചപ്പോൾ ഡൽഹിയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് മാർക്ക് ജിഹാദ് എന്ന് പദം ഉപയോഗിച്ചത്. ഇങ്ങനെ എല്ലാത്തിനെയും ഇപ്പോൾ അവസാനം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾക്കുന്നത് പിന്നെ ജിംനേഷ്യത്തിലുള്ള ജിഹാദാണ്. അപ്പോൾ ജിമ്മുകൾക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് പുതിയ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഏതോ ഒരു ജിമ്മിൽ നിന്നും ഒന്നോ രണ്ടോ ആളുകൾ മുസ്ലിങ്ങളായി എന്നുള്ളതാണ്, അവിടെ മതപരിവർത്തനം നടത്തും എന്നുള്ളതാണ് അതിൻ്റെ കാരണമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിനെയും മിസ്കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന് തികച്ചും തെറ്റായ രീതിയിലുള്ള മറ്റൊരു പ്രചാരണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ടെറർ തീവ്രവാദ ആക്രമണം എന്ന് കേട്ടാൽ നമ്മൾ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്തായിരിക്കും? തീവ്രവാദ ആക്രമണം എന്ന് കേട്ടാൽ അതൊരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു ആക്രമണമായിരിക്കും, ഒരു മുസ്ലിമിൻ്റെ ഭാഗത്തു നിന്നുള്ള വന്നിട്ടുള്ള, അത് ശരിയോ തെറ്റോ ആയ രീതിയിലുള്ള ഒരു ആക്രമണമായിരിക്കാം, ഒരു പ്രശ്നമായിരിക്കാം എന്നുള്ളത്. എന്നാൽ ഇന്ത്യയുടെ ഔദ്യോഗിക നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്ന ഇന്ത്യയുടെ ഔദ്യോഗികമായി ക്രൈമുകൾ റെക്കോർഡ് ചെയ്യുന്ന അതിൻ്റെ രേഖ, കഴിഞ്ഞ 15 വർഷത്തെ രേഖ പരിശോധിക്കുന്ന ആളുകൾ പറയുന്നത്, നമ്മൾക്കും ഗൂഗിൾ ചെയ്താൽ ക്രൈം റെക്കോർഡ് പിന്നെ ഡാറ്റകൾ ഒറ്റ ക്ലിക്ക് കൊണ്ട് കിട്ടാവുന്ന രീതിയിൽ നിന്ന് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഇത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തെ ഒരു BJP ഗവൺമെൻറ് 10 വർഷത്തെയും അതിനു മുമ്പുള്ള ഒരു 10 വർഷത്തെയും ഒക്കെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ധാരണ എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഇന്ത്യ ഗവൺമെൻറ് ടെറർ അറ്റാക്ക് എന്ന് രേഖപ്പെടുത്തി ഔദ്യോഗികമായി തീവ്രവാദ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ച കേസുകളുണ്ട്, സ്ഥിരീകരിക്കാത്ത കേസുകളുണ്ടാവും. എന്നാൽ തീവ്രവാദ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ പേര് എന്താണെന്ന് അറിയുമോ? നക്സലുകൾ എന്നാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ തന്നെ തീവ്രവാദ വിഭാഗമായ തീവ്ര വിഭാഗം എന്ന് അവർ പറയുന്ന നക്സലുകൾ ഇന്ത്യ ഗവൺമെൻറ് ഔദ്യോഗിക പട്ടാളത്തിനെതിരെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ മനുഷ്യർക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയാണ് തീവ്രവാദ ആക്രമണത്തിന് മുന്നിൽ നിൽക്കുന്നത്. 2, 3, 4 കഴിഞ്ഞിട്ട് 5, 6 സ്ഥാനത്താണ് മുസ്ലിം നാമധാരികൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും പ്രശ്നങ്ങളും വരുന്നത് എന്നുള്ളതാണ്. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഈ നാട്ടുകാരൻ തന്നെ വേങ്ങര സ്വദേശിയായ സിദ്ദീഖ് കാപ്പൻ എന്നുള്ളൊരു പേര് നിങ്ങളൊക്കെ പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ധാരാളം തവണ കേട്ടിട്ടുണ്ടാവും. അയാൾ ഒരു വർഷത്തിലധികം ഉത്തരേന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നിട്ട് കൂടി പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം ജയിലിൽ അകപ്പെടുകയും ചെയ്തത് ഒരു ഹാത്രസ് എന്നു പേരുള്ള സ്ഥലത്ത് നടന്ന ഒരു പീഡനത്തിന് അതുമായി ബന്ധപ്പെട്ട്, ഒരു റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടി പോയ വാഹനത്തിൽ, ആ വാഹനം ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളുടെ കെയർ ഓഫിലുള്ള വാഹനമായിരുന്നു. അയാൾക്ക് മറ്റൊരു വാഹനവും കിട്ടിയില്ലെന്നാണ് അയാൾ പറയുന്നത്. അത്തരമൊരു വാഹനത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് കരുതി ഡൽഹിയിൽ നിന്നൊരു ഫ്രീ ലിഫ്റ്റ് അടിച്ചതാണ്. ഒരു പത്രപ്രവർത്തകനായിരിക്കെ, ഡൽഹിയിൽ വെറും ഒരു പത്രപ്രവർത്തകനല്ല, പത്രപ്രവർത്തക സംഘങ്ങളിലെ അതിൻ്റെ ഔദ്യോഗിക ബോഡികളിലെ ഒരു ഭാരവാഹി ആയിരിക്കെ, എന്നിട്ട് പോലും അയാൾക്ക് ഒരു ജാമ്യം കിട്ടാൻ വർഷങ്ങളോളം എടുത്തു എന്നുള്ളതാണ് ഇന്ത്യയിലെ അവസ്ഥ. അതേ സമയത്ത് കളമശ്ശേരി എന്ന് പറയുന്ന കേരളത്തിലെ കൊച്ചിക്കടുത്തുള്ള പ്രദേശത്ത് ഒരു ബോംബ് സ്ഫോടനം നടന്നു. ഒരു ക്രിസ്ത്യൻ ആരാധനാലയത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹോവ സാക്ഷികളെന്ന പ്രാർത്ഥന നടത്തുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ ആളുകൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നു. ആ ബോംബ് സ്ഫോടനത്തിൽ ഒരാളല്ല കൊല്ലപ്പെട്ടത്, 8 പേരാണ് കൊല്ലപ്പെട്ടത്. ആ 8 പേർ കൊല്ലപ്പെട്ടതിന് ഇന്നും നമ്മൾ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യുമ്പോൾ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ പേര് ഡൊമിനിക് മാർട്ടിൻ എന്നാണ്. പക്ഷേ അതിപ്പോഴും ഒരു ഭീകരാക്രമണമായി നമ്മുടെ പത്രങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ സർക്കാർ വൃത്തങ്ങൾക്കോ തോന്നിയിട്ടില്ല. മാർട്ടിൻ എന്നയാളുടെ മാനസിക വിഷമം ബാധിച്ച, അയാൾക്ക് ടെൻഷൻ വന്നപ്പോൾ അയാൾ ചെയ്ത ഒരു പൊട്ടത്തരം,
അല്ലെങ്കിൽ അയാൾക്കപ്പോൾ തോന്നിയപ്പോൾ അയാൾ ചെയ്തൊരു പടക്കം പൊട്ടിക്കലായിട്ടാണ് ഇപ്പോഴും അത് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയെയാണ് ഞാൻ സൂചിപ്പിച്ചത്. മാത്രമല്ല ഇന്ത്യയിലെ 3 കലാപങ്ങൾ, ഞാൻ വളരെ പെട്ടെന്ന് പറയാം, 2000-ന് ശേഷം നടന്ന പ്രധാനപ്പെട്ട 3 കലാപങ്ങൾ, ഈ 3 കലാപങ്ങളുടെയും പിന്നിൽ തെറ്റായ വാർത്തകളുടെ പ്രചാരണമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒന്ന് 2002 നടന്ന ഗുജറാത്ത് കലാപം. ഈ ഗുജറാത്ത് കലാപത്തിന് കാരണമായി തീർന്നത് അതിനു മുമ്പുള്ള ഒരു സംജോത എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിനിൽ മുസ്ലിങ്ങൾ കർസേവക്ക് പോകുകയായിരുന്ന, അല്ലെങ്കിൽ വാരണാസി ലക്ഷ്യമാക്കി പോവുകയായിരുന്ന, അയോധ്യ ലക്ഷ്യമാക്കി പോവുകയായിരുന്ന ആളുകളെ, ഹിന്ദു സഹോദരന്മാരെ തീ കൊളുത്താൻ ശ്രമിച്ചു, തീ കൊളുത്തി കൊന്നു എന്നതായിരുന്നു അതിൻ്റെ കേസ്. അതിന് പകരമായിട്ടാണ് 12,000-ഓളം മുസ്ലിങ്ങളെ അഹമ്മദാബാദിലും പരിസരത്തുമായി കൊന്നൊടുക്കിയതും അവിടെയുള്ള കോടിക്കണക്കിന് വരുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞതും ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കലാപമായിരുന്നു. പക്ഷെ 15 വർഷങ്ങൾക്കു ശേഷം 2017 സുപ്രീം കോടതിയിൽ ഇതിൻ്റെ അവസാനത്തെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഈ സംജോത എക്സ്പ്രസ്സിലുണ്ടായ സ്ഫോടനം ഒരിക്കലും പുറത്തു നിന്നായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു അബദ്ധം കാരണമോ ട്രെയിനിൽ സ്വാഭാവികമായി തീ പടർന്നതോ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്നൊരു ട്രെയിനിൽ പുറത്തു നിന്ന് ഒരാൾക്ക് തീ വെക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ കേസ് തള്ളുകയാണ് ചെയ്തത്. ആ കേസ് തള്ളിയപ്പോഴേക്കും 12,000-ഓളം മുസ്ലിങ്ങളുടെയും നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത ഒരുപാട് സാമ്പത്തിക സാഹചര്യങ്ങളും കോൺഗ്രസിൻ്റെ തന്നെ ഇഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന ഒരു വലിയ അഹമ്മദാബാദിൽ നിന്നുള്ള MP അടക്കമുള്ള ആളുകൾ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. ഉത്തർപ്രദേശിലെ മുസാഫർപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 2006 നടന്ന വലിയൊരു കലാപം. ആ കലാപത്തിന് കാരണമായി അന്ന് പ്രചരിപ്പിക്കപ്പെട്ടത് പാകിസ്ഥാൻ്റെ കൊടി ആ പ്രദേശത്ത് ഉയർത്തി എന്നുള്ളതാണ്. മീഡിയകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. കലാപമുണ്ടായി, മുസ്ലിങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞു, അന്വേഷണം ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടെത്തിയത് അത് തെറ്റായി എഡിറ്റ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ പരന്നതാണ്. പാകിസ്ഥാനിൽ എവിടെയോ ഉയർത്തുന്നൊരു കൊടി ഇവിടെ മുസാഫർപൂറിൽ ഉയർത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കലാപമുണ്ടായത്. ഈ അടുത്ത കാലത്ത് 2020-ന് ശേഷം ഡൽഹി കലാപം, ഇപ്പോഴും ആ ഡൽഹി കലാപത്തിൻ്റെ പേരിൽ ആണ് ഉമർ ഖാലിദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഷെർജീൽ ഇമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമൊക്കെ ജയിലിൽ കിടക്കുന്നത്. സുപ്രീം കോടതി നിരന്തരം അവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത് ന്യൂയോർക്കിൻ്റെ മേയറായ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന മുസ്ലിം സുഹൃത്ത്, അയാളുടെ മുസ്ലിം നാമധാരിയായ മേയർ, അയാളുടെ ആദ്യത്തെ സ്പീച്ചിൽ തന്നെ അയാൾ ലോകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞ ആൾ കൂടിയായിരുന്നു ഈ ഉമർ ഖാലിദൊക്കെ. കാരണമായി തടവിലാക്കപ്പെട്ട ആളുകളുടെ കാരണമായി പറഞ്ഞ ഈ വിഷയത്തിലും ഈ ഡൽഹി കലാപത്തിനും ഈ അടുത്ത കാലത്ത് BJP ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിംഗ് TV ആയി ഉയർന്നു വന്ന റിപ്പബ്ലിക് TVയിൽ വന്നൊരു വാർത്ത വളരെ പ്രധാനമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്നത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങൾക്ക് ശേഷം ആ കാര്യം തെറ്റാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം അവിടെ വിളിച്ചിട്ടില്ല, അത് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് എന്ന് ഡൽഹിയിലെ മുദ്രാവാക്യങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം എഡിറ്റ് ചെയ്ത് കയറ്റിയതാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, മീഡിയകളിൽ നടക്കുന്ന സാഹചര്യം. സോഷ്യൽ മീഡിയയുടെ സാഹചര്യം പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത അത്രമാത്രം, പ്രത്യേകിച്ചും ഈ AI കൂടി ഇൻബിൽഡായി വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് എത്രയോ വലിയ തെറ്റായ വാർത്തകളുടെ പ്രചാരണങ്ങളാണ് നമ്മുടെ രാജ്യത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞ പോലെ തന്നെ സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ, സാഹിത്യത്തിലൂടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ മനസ്സിലാക്കേണ്ടതിനെ തെറ്റായി ധരിപ്പിക്കാനും, ഒന്ന് സാഹിത്യകാരന്മാരായ ആളുകൾ ഇസ്ലാമിക കൺസെപ്റ്റുകളെയും ഇസ്ലാമിക ശബ്ദങ്ങളെയും സാങ്കേതിക ശബ്ദങ്ങളെയും ശരിയായി മനസ്സിലാക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള 2023-ന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു നോവലാണ് KR മീരയുടെ ഖബർ എന്നൊരു നോവൽ. ഈ ഖബർ എന്ന് പറയുന്ന നോവല് അവർ അതിനകത്ത് പറയുന്ന ആശയം തന്നെ ആസാമീസ് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസമാണ്. ആസാമിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന, അവർ രാജ്യത്ത് അവർക്ക് പൗരത്വം നൽകപ്പെടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെക്കുറിച്ച് അവർ അവിടെ പോയി പഠിച്ചു എന്നാണ് പറയുന്നത്.
പഠിച്ചു എന്ന് മാത്രമല്ല, ഈ മുസ്ലിങ്ങളുടെ ഇപ്പോൾ ഖബർ എന്നുള്ള ആണെങ്കിൽ തന്നെ അതിൽ ഉപയോഗിക്കുന്ന മുസ്ലിങ്ങളുടേത് സാങ്കേതിക ശബ്ദങ്ങൾ പഠിക്കാൻ വേണ്ടി അവരൊരു അസിസ്റ്റൻറ്റിനെ ഈ നോവൽ എഴുതാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അസിസ്റ്റൻറ്റ് പറഞ്ഞു കൊടുക്കുന്നതാണ് അവർ ഇതിൽ എഴുതുന്നത്. എന്നിട്ട് പോലും അവർ ഈ ഖബറിനെ കുറിച്ച്, ഖബർ എന്ന വാക്ക് അവർ ഉച്ചരിക്കുന്നത് ഖബർ എന്നാണ്. ഈ അസിസ്റ്റൻ്റ് പറഞ്ഞു കൊടുത്തിട്ട് പോലും അവർക്ക് ആ നോവലിൻ്റെ ഹെഡിങ് പോലും ശരിയായി ഉച്ചരിക്കാൻ ഈ എഴുതുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മാത്രമല്ല, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഇൻ്റർവ്യൂ, അദ്ദേഹം ഒരു എഴുത്തുകാരനായി നാടോടിയായി നടക്കുന്നതിനിടയിൽ ഒരു എഴുത്തുകാരനായി മാറാനുള്ള കാരണം പറയുന്ന വീഡിയോ ഈ അടുത്ത കാലത്തൊക്കെ വൈറലായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ കോട്ടയത്താണ് ജീവിച്ചത്, വൈക്കത്ത്. അപ്പോൾ എൻ്റെ ചുറ്റുഭാഗത്ത് ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഞാൻ വായിക്കുന്ന മലയാളത്തിലുള്ള എല്ലാ എഴുത്തുകളിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ വലിയ നല്ല നല്ല ആളുകളും സകല കള്ളന്മാരും കൊള്ളക്കാരും മുസ്ലിങ്ങളുമായ ആൾക്കാരാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ നോക്കിയാൽ അവരൊക്കെ നല്ല മുസ്ലിങ്ങളും പള്ളിയിൽ പോകുന്ന മുസ്ലിങ്ങളും കളവ് ചെയ്യാത്ത, കളവ് പറയാതെ ജീവിക്കുന്ന മുസ്ലിങ്ങളുമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? വളരെ ചെറിയൊരു ചിന്തയാണ്. അപ്പോൾ ഈ നല്ല മുസ്ലിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന എൻ്റെ ഉള്ളിലുണ്ടായ ആഗ്രഹമാണ് എനിക്ക് എഴുത്തിലേക്ക് എത്താനുള്ള കാരണമായത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പരിശോധിച്ചാൽ കള്ളന്മാരും കൊള്ളക്കാരൊക്കെ പലപ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ പേരുകളാണ് അദ്ദേഹത്തിലുള്ള. ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, ഇവരൊക്കെ കള്ളന്മാരായിട്ട് വരുന്ന ഒരുപാട് കഥകളും നോവലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങളെ പരമാവധി നല്ലയാളാക്കി മാറ്റാൻ, അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങളാക്കി മാറ്റാൻ ശ്രമം നടത്തിയ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളത് കൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞു സിനിമകളെക്കുറിച്ച്. നമ്മളുടെ ഒരു വലിയൊരു നമ്മൾ ഇടപെടുന്ന ലോകമല്ല, പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ശ്രദ്ധിക്കുന്ന ആളുകളിൽ എന്ത് മാറ്റം വരുത്തണമെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളുടെ ചുരിദാറുകളുടെ പേരുകൾ നിശ്ചയിക്കുന്ന, അവർ ധരിക്കേണ്ട ആഭരണങ്ങൾ നിശ്ചയിക്കുന്ന, അവരുടെ കോസ്റ്റ്യൂമുകൾക്ക് അടിസ്ഥാനമായി മാറുന്ന, അവരുടെ സംസാരങ്ങൾക്ക് അടിസ്ഥാനമായി മാറുന്ന, പുതിയ കുട്ടികളുടെ ഭാഷയ്ക്ക് അടിസ്ഥാനമായി മാറുന്ന, അവരുടെ ചുണ്ടുകളിൽ മൂളുന്ന പാട്ടുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്, അവർ പറയുന്ന തമാശകൾ എവിടെ നിന്നാണ് വരുന്നത്, അവർ സ്വീകരിക്കുന്ന രീതിയും രൂപവും ഭാവങ്ങളും അവരുടെ ഹെയർ സ്റ്റൈലും അവരുടെ അപ്പിയറൻസും എല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ന് സിനിമകളാണ്. ആ സിനിമകളിൽ മുസ്ലിങ്ങളെ ഏറ്റവും മോശക്കാരായും ഏറ്റവും തരം താഴ്ന്ന അല്ലെങ്കിൽ തെറ്റായി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ വളരെ വളരെയധികം ഗൗരവതരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് ഇതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ് ഒരു പ്രബോധകർ എന്ന നിലക്ക്, ഒരു ദാഴിമാരായി മാറാനുള്ള ആളുകൾ എന്ന നിലക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മൾക്ക് ഇതിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നതിലെ ഒന്നാമത്തെ ഭാഗം. രണ്ട്, നമുക്കെവിടെയാണ് പരിഹാരം സൃഷ്ടിക്കാൻ സാധിക്കുക എന്ന് ആലോചിക്കുകയും ആ രംഗത്തേക്ക് നമ്മൾ ഘട്ടം ഘട്ടമായി വളർന്നു വരിക. എഴുത്തിൻ്റെ രംഗത്തായിരുന്നാലും, പ്രചാരണങ്ങളുടെ രംഗത്തായിരുന്നാലും, സോഷ്യൽ മീഡിയയുടെ രംഗത്തായിരുന്നാലും, മീഡിയകളുടെ രംഗത്തായിരുന്നാലും, അധികാര സ്തംഭങ്ങളുടെ രംഗത്തായിരുന്നാലും ഒക്കെ അവിടെ വളർന്നു വരിക എന്നുള്ളതാണ്. മൂന്ന്, ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കുന്ന ആളുകൾ സെക്യുലർ തലത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ബാബുരാജ് ഭഗവതി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയൊരു പുസ്തകമുണ്ട്, ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന, അതിൻ്റെ ഒരു ഡയറിയാണ്. അതിൽ അദ്ദേഹം അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഓരോ ദിവസവും കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന ഇസ്ലാമോഫോബിക്കായിട്ടുള്ള, ഇസ്ലാമിനെ തെറ്റായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങൾ ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു എന്നുള്ളത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അവസാനം അവരെ രേഖപ്പെടുത്തി അതൊരു 100-300 പേജുള്ള പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഇത്തരം ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ഇത്തരം ആളുകളെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതിൽ നമ്മൾ മുന്നിൽ നിൽക്കുകയും ചെയ്താൽ തന്നെ ഇത്തരം പ്രചാരണങ്ങളെയും ടൂളുകളെയും ഒക്കെ മറികടക്കാനുള്ള വഴിയും നമ്മളുടെ മുമ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളാദി ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അത് പരിഹരിക്കാനാവശ്യമായ വിവിധങ്ങളായ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഭൗതികമായും രാഷ്ട്രീയമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും എല്ലാം നമുക്കെങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കിയത്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ആത്യന്തികമായി അവൻ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ഏത് പ്രതിസന്ധിയെയും അതിജയിക്കുവാൻ പൂർണ്ണാർത്ഥത്തിൽ സ്രഷ്ടാവായ റബ്ബിൽ തവക്കുൽ ചെയ്ത് അവൻ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട പാഠങ്ങളും പ്രവാചക അധ്യാപനങ്ങളും പൂർണ്ണാർത്ഥത്തിൽ
പാലിച്ചുകൊണ്ട് വിശ്വാസികളോട് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചതുപോലെ പൂർണ്ണ മുസ്ലിമായി ജീവിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് എല്ലാവിധ പ്രതിസന്ധികളെയും അതിജയിച്ച് ഈ ലോകത്തും വിശിഷ്യ പരലോകത്തും വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലുള്ള അതിജയിക്കുവാനുള്ള ആത്മീയ പാഠങ്ങളെയും പ്രവാചക അധ്യാപനങ്ങളെയും കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഈ ചർച്ച ഇവിടെ വിരാമം കുറിക്കുകയാണ്. അതിന് ഫൈസൽ മൗലവി ക്ഷണിക്കും. ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ചിന്തകളും വ്യത്യസ്തങ്ങളായ ആശയങ്ങളുമൊക്കെ ഇതിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിലൊക്കെ കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ അവസാന സംസാരത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് മാത്രമല്ല ഒരു ജീവിതമുള്ളത് എന്നും ഇതല്ല യഥാർത്ഥ ജീവിതമെന്നും ഇതിനപ്പുറത്തുള്ള മരണശേഷമുള്ള പാരത്രികമായ ജീവിതമാണ് സാക്ഷാൽ ജീവിതമെന്നും മനസ്സറിഞ്ഞ് 100% ബോധ്യപ്പെട്ട് അത് ജീവിതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസമായി സ്വീകരിച്ച് ആ ലോകത്ത് രക്ഷപ്പെടണമെന്ന നെയ്യത്തോടെ ആഗ്രഹത്തോടെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ട മുസ്ലിമീങ്ങളെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഐഹിക ലോകത്ത് വരുന്ന പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും ഒക്കെ ഒരു വലിയ അജണ്ടയാക്കി വിശ്വാസികൾ കാണാറില്ല. ഇവിടെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് വലിയ നേട്ടമായും കണക്കാക്കാറില്ല. അതിനപ്പുറത്ത് പാരത്രികമായ ലോകത്തിൽ രക്ഷപ്പെടുക, സ്വർഗത്തിലേക്ക് എത്തുക, അത് തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എല്ലാം അജണ്ട എന്നുള്ളത്. മാത്രമല്ല ഐഹിക ലോകത്ത് പരീക്ഷകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അത് വ്യത്യസ്ത രീതിയിലായിരിക്കാമെന്ന് മാത്രം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് ഫിറഔനിൻ്റെ മുമ്പിലേക്കാണ്. ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായി ജീവിച്ച, എല്ലാ അധികാരങ്ങളും കയ്യിലുണ്ടായിരുന്ന, ഒരു വേള ഫിറഔനിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ പോലും സാഹചര്യമില്ലാത്ത നാട്ടിലാണ്, ഈജിപ്തിലാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹാറൂൻ നബി അലൈഹി സ്വലാമയും എല്ലാം നിയോഗിക്കപ്പെടുകയും അവർ മാതൃക മുസ്ലിമീങ്ങളായി ജീവിക്കുകയും ചെയ്തത്. ആ ഫിറഔനിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ മൂസാ നബിയും അനുയായികളും പറഞ്ഞൊരു വാക്കുണ്ട്, ഫഖലി മാ അൻത ഖാൽ, നീ എന്ത് വേണമെങ്കിലും വിധിച്ചോ, ഇന്നമാ തഖലി ഹാദിഹിൽ ഹയാത്ത് ദുനിയ, നീ വിധിക്കുന്ന ഈ അഹീകമായ ജീവിതത്തിൽ മാത്രമാണല്ലോ. ഇതിനപ്പുറത്തേക്കുള്ള പാരത്രികമായ ലോകത്ത് അവിടെയുള്ള വിജയമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള നൈമിഷികമായ ഭീഷണികളിൽ, നൈമിഷികമായ ഈ ജീവിത നഷ്ടങ്ങളിൽ, അതിൽ നിരാശപ്പെട്ട് എല്ലാം മടുത്ത് ഒഴിവാക്കി ഇതൊന്നും കാര്യമില്ല എന്ന് കരുതി പിന്മാറിപ്പോകുന്നവരല്ല, പോകേണ്ടവരല്ല മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മൾ ആരും തന്നെ. സൂറത്തുൻ നൂറിൽ 55-ാമത്തെ ആയത്ത് അല്ലാഹു നൽകിയ ഒരു വല്ലാത്ത വാഗ്ദാനമുണ്ട്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് റബ്ബ് നൽകുന്ന, സട്ടാവ് നൽകുന്ന വാഗ്ദാനമാണ്. 3 കാര്യമാണ് ഊന്നിപ്പറഞ്ഞത്. ഒന്ന് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള ആളുകൾക്ക് ഭൂമിയിൽ അവർക്ക് ആധിപത്യം നൽകിയതുപോലെ ഇവർക്ക് നാം ആധിപത്യം നൽകുമെന്നാണ് ഒന്നാമത്തെ കാര്യം. ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്ത് സത്യമായി പുലർന്നത് നബിയുടെയും 4 ഖലീഫമാരുടെയും ഭരണകാര്യങ്ങളിലുണ്ടായ വ്യത്യസ്തങ്ങളായ സംഭവവികാസങ്ങളെ എണ്ണി 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 പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനം പാലിച്ചുവെന്ന് ആ ചരിത്രം എല്ലാം നിരത്തിവെച്ച് പേജുകളോളം ഇബ്നു കസീർ റഹിമഹുല്ല അവിടെ വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പ്രയോഗം കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്നാണല്ലോ, മുമ്പുള്ളവർക്ക് അധികാരം നൽകിയത് പോലെ എന്നാണ്. അതും ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുമ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായേൽ സന്തതികളെയാണ് അദ്ദേഹം അവിടെ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നത്. മൂസാ നബിയോടും അല്ലാഹു തആല
സമാനമായ വാഗ്ദാനം നൽകി. അസ റബ്ബുക്കും അയ്യുഹ്ലിക അദുവ്വക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർളി ഫയൻദുറ കൈഫ തഅമലൂൻ. സൂറത്ത് അഅറാഫിലെ വചനമാണ്. അല്ലാഹു തആല നിങ്ങളെ ശത്രുവിനെ നശിപ്പിക്കുകയും നിങ്ങൾക്ക് അധികാരം നൽകുകയും ശേഷം നിങ്ങളെന്ത് ചെയ്യുന്നുവെന്ന് നോക്കുകയും ചെയ്തേക്കാമെന്നാണ് മൂസാ നബിയോട് അല്ലാഹു തആല അന്ന് നിർദ്ദേശിച്ചത്. അന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഫിർഔനെ നശിപ്പിച്ച് ആ സ്ഥാനത്ത് മൂസാ നബി ഇസ്ലാം വരിക എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു സമയത്താണ് അല്ലാഹു തആല ആ വചനം ഇറക്കിയത്. പക്ഷെ അതാണ് പിന്നീട് സംഭവിച്ചത്. ഒന്ന്, ഈ ആയത്തിൽ പറഞ്ഞ സന്തോഷ വാർത്ത അതാണ്, ഇസ്തിഖ്ലാഫ്, ആധിപത്യം നൽകുമെന്നാണ്. രണ്ടാമത് യുമക്കിന ലഹും ദീനഹും അല്ലദീ ഇർതളാ ലഹും, റബ്ബ് തൃപ്തിപ്പെട്ട ദീന്, ആ ദീന് പ്രകാരം ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കിത്തരും. മൂന്നാമത് വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഭയാവസ്ഥയ്ക്ക് ശേഷം നിർഭയാവസ്ഥ പകരമായി റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഈമാനുള്ള അമൽ സ്വാലിഹത്തുള്ള ആളുകൾക്ക് റബ്ബ് നൽകുന്ന 3 ഓഫറുകൾ. പക്ഷെ കണ്ടീഷൻ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞു, യഅ്ബുദൂനനി ലാ യുശ്രികുന ബി ശൈഅ, അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഇതാണ് നിബന്ധനയായി അല്ലാഹു തആല എടുത്തു പറഞ്ഞത്. ഇതാണ് ആത്യന്തികമായ പരിഹാര മാർഗം എന്നർത്ഥം. റബ്ബിൻ്റെ ഖദാ ഖദറിൽ വിശ്വാസമുള്ളവരാണ് നമ്മളൊക്കെ. ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം പ്രപഞ്ച സട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം മാത്രമാണ് എന്ന ഉറച്ച ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാം. ആരധികാരത്തിൽ വന്നാലും അവരുടെ അധികാരത്തിൽ കൊണ്ടുവന്നതും ലോകസട്ടാവാണ്. ആർക്കധികാരം നഷ്ടപ്പെട്ടാലും ആ അധികാരം നഷ്ടപ്പെടാനുള്ള തീരുമാനവും ആ സട്ടാവിൻ്റെ തീരുമാനം തന്നെയാണ്. അതിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ റബ്ബിൽ തവക്കുലാക്കി ശരിയായ ഈമാന് തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ശിർക്കിൽ നിന്ന് മുക്തമായി, അന്ധവിശ്വാസത്തിന് മുക്തമായി, സട്ടാവിൻ്റെ നിയമങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ആ സട്ടാവിന് മുമ്പിൽ മാത്രം തലകുനിക്കുന്ന, സട്ടാവിനെ മാത്രം ആരാധിക്കുന്ന, അവരോട് മാത്രം പ്രാർത്ഥിക്കുന്ന, അവനെ മാത്രം ഭയപ്പെടുന്ന, അവൻ്റെ മുമ്പിൽ മാത്രം എല്ലാ അർത്ഥത്തിലുമുള്ള ആരാധനകളെ, വണക്കങ്ങളെ, അർത്ഥനകളെ സമർപ്പിക്കുന്ന ഒരു ശരിയായ വിശ്വാസിയായി മാറുന്നുവെങ്കിൽ അവൻ അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഇസ്സത്ത്, പ്രതാപം നൽകുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിറങ്ങിയ കാലഘട്ടത്തിൽ ഒന്നുമല്ലാതിരുന്ന, എണ്ണം കൊണ്ട്, കഴിവ് കൊണ്ട്, ശക്തി കൊണ്ട് ഒന്നുമല്ലാതിരുന്ന വിശ്വാസികൾക്ക് അല്ലാഹു തആല ഇത് യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 4 ഖലീഫമാരുടെ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും ഇസ്ലാം എത്തിയ, അവിടെയെല്ലാം പ്രമാണബദ്ധമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടായി വന്ന, ഇസ്ലാമിക ചിഹ്നങ്ങൾ, ഷിആറുകൾ സ്ഥാപിതമായ, ലോകത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വൻ ശക്തിയായി മുസ്ലിമീങ്ങൾ മാറിയ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെയും ആവർത്തിക്കാൻ പടച്ച റബ്ബിന് പ്രയാസമൊന്നുമില്ല. അതിനാൽ ഭൗതികമായ കേവലമായ നേട്ടങ്ങൾക്കപ്പുറത്ത് റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖും അവരുടെ സഹായവുമാണ് വിശ്വാസികൾക്ക് ആവശ്യം. അതിനുവേണ്ട യോഗ്യത ഉണ്ടാക്കിയെടുക്കലാണ് നാം ചെയ്യേണ്ടത്. അതിന് യഅ്ബുദൂനനി ലാ യുശ്രികുന ബി ശൈഅ എന്ന് പറഞ്ഞ, അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന റബ്ബ് നിശ്ചയിച്ച ആ നിബന്ധനകളെ പൂർത്തീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ബാക്കി റബ്ബിൻ്റെ തൗഫീഖിനായി പ്രാർത്ഥിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള അനുഗ്രഹങ്ങൾ നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഈ ചർച്ച, ടേബിൾ ടോക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ, ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, അതിൻ്റെ ഭൗതിക പരിഹാരങ്ങൾ നമ്മൾ തേടുന്നതോടൊപ്പം ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ബഹുമാന്യനായ ഫൈസൽ മൗലവി സംസാരിച്ചത്. നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ വിശ്വാസികളാവുക. ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇറക്കിയ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്നാണ്. ഹാദാ ബയാനുൽ ലിന്നാസ്, ഇത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥമാണ്. വഹുദം വ മൗഇളത്തുൻ ലിൽ മുത്തഖീൻ, അത് സന്മാർഗദർശനമാണ്,
ജീവിതത്തിൽ സൂക്ഷ്മതയോടുകൂടി മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സാരോപദേശവുമാകുന്നു. അതുകൊണ്ട് തന്നെ വല തഹിനു വല തഹ്സനു അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും തന്നെ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ദുഃഖിക്കുകയോ ദൗർബല്യം കാണിക്കുകയോ പിന്നാക്കം പോവുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഉന്നതർ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സന്തോഷവാർത്ത അറിയിക്കുമ്പോൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നവരാണെങ്കിലും നമ്മൾ നമ്മുടെ വിശ്വാസത്തിലും ആദർശത്തിലും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിലും അടിയുറച്ചു നിന്നു കഴിഞ്ഞാൽ എല്ലാവിധ വെല്ലുവിളികളെയും അതിജയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഫൈസൽ മൗലവി, മുജീബ്, അബ്ദുള്ള ബാസിൽ, അവാം സുറൂർ, ഡോക്ടർ റാഫി ചമ്പ്ര, എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.